നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം വാസ്തുശാസ്ത്രം തന്നെയാണ്. വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ട് എല്ലാ അറിവുകളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. ഇന്ന് നമുക്കതിന്റെ തുടർച്ചയെന്നോണം സ്വീകരണ മുറി അഥവാ ലിവിംഗ് റൂം എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ള വിഷയം പ്രതിപാദിക്കാം. ഒരു ഗൃഹസ്ഥരെ സംബന്ധിച്ച് ആ ഗൃഹത്തിൽ വരുന്ന അതിഥികളെ സ്വീകരിച്ചിരുത്തേണ്ട മുറിയാണ് സ്വീകരണ മുറി അഥവാ ലിവിംഗ് റൂം. അതിഥികൾക്ക് സ്വീകരണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പൊതുവെ എല്ലാ വീട്ടിലും അതാത് ഗ്രഹത്തിലെ അന്തേവാസികൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും സ്വീകരണ മുറിയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം സ്വീകരണ മുറിക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട്. സ്വീകരണ മുറി എങ്ങനെ വാസ്തുശാസ്ത്ര പ്രകാരം ക്രമപ്പെടുത്താം, അങ്ങനെ ക്രമപ്പെടുത്തിക്കൊണ്ട് അനുകൂല ഊർജം നേടിയെടുത്തുകൊണ്ട് നമുക്ക് ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് ഉന്നതങ്ങളിൽ എത്താം. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പ്രചോദനം. നമുക്ക് ഇന്നത്തെ വിഷയമായിട്ടുള്ള ലിവിംഗ് റൂം അഥവാ സ്വീകരണ മുറി എങ്ങനെ വാസ്തുശാസ്ത്ര പ്രകാരം ക്രമപ്പെടുത്താം എന്നുള്ളതിലേക്ക് കടക്കാം. ലിവിംഗ് റൂമിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മുറി ഒരു വീടിന്റെ കിഴക്ക് വടക്ക് ഭാഗം തന്നെയാണ്. മുറിയുടെ മധ്യഭാഗത്ത് ഭാരമേറിയ വസ്തുക്കൾ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് ധാരാളം സ്ഥലം ലഭ്യമാകുന്ന രീതിയിൽ വടക്ക് കിഴക്കിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് പ്രധാന വാതിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഫലത്തെ നൽകും. ഇനി നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ലിവിംഗ് റൂമുകൾക്ക് ഏറ്റവും ഉചിതങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളായിട്ട് പറയുന്നത് കിഴക്ക്, വടക്ക് കിഴക്ക് എന്നീ ഭാഗങ്ങളാണ്. എന്നാൽ റോഡിന്റെ ഗതിക്കനുസരിച്ച് ലിവിംഗ് റൂമിനെ ഓരോ ദിക്കിലേക്ക് നമുക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കോണോട് കോണുള്ള കോൺ സൂത്രങ്ങൾ സ്വീകരണ മുറിയുടെ അഥവാ ലിവിംഗ് റൂമിന്റെ ഉൾച്ചുവരുകൾക്ക് വെളിയിൽ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കോൺ സൂത്രങ്ങൾ എന്ന് പറയുന്നത് ഊർജ്ജരേഖകൾ തന്നെയായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഊർജ്ജരേഖകൾ ലിവിംഗ് റൂമിൽ നിന്ന് മാറി വരുന്ന രീതിയിലാകരുത് സ്വീകരണ മുറി ക്രമപ്പെടുത്തേണ്ടത്. ദിക്കുകൾക്കനുസരിച്ച് സ്വീകരണ മുറി ക്രമപ്പെടുത്തുമ്പോൾ പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഊർജ്ജരേഖകൾ ലിവിംഗ് റൂമിന് വെളിയിലാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. വാതിൽ കഴിയുന്നിടത്തോളം വടക്ക് കിഴക്കിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് നൽകുന്നതാണ് ഉചിതമായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നത്. പ്രവേശന മാർഗങ്ങളിലാണ് ലിവിംഗ് റൂം നൽകുന്നത് എങ്കിൽ അകത്തേക്ക് കയറുന്ന വ്യക്തിയുടെ വലതു ഭാഗത്തായിട്ട് കൂടുതലായിട്ട് സ്ഥലം വരുന്ന രീതിയിൽ ക്രമപ്പെടുത്തി ലിവിംഗ് റൂമിനെ വലതു ഭാഗത്ത് കൂടുതൽ സ്ഥലം കൊടുക്കുന്നത് ഉചിതമായിട്ട് പറയും. വലതു ഭാഗത്ത് കൂടുതലായിട്ട് സ്ഥലം കൊടുക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് ലിവിംഗ് റൂം വളരെ വലുതായിട്ട് വിശാലമായിട്ട് തോന്നൽ ഉണ്ടാകും എന്നാണ് പൊതുവെയുള്ള ധാരണ. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വലതുഭാഗത്ത് കൂടുതലായിട്ട് സ്ഥലം കൊടുക്കണം എന്ന് പറയുന്നത്. സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ഉചിതം. നമ്മളുടെ ഗ്രഹത്തിന്റെ ഘടനയ്ക്കനുസരിച്ച് തിരിച്ച് വിപരീതമായിട്ട് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല. ചുവരുകളിൽ പ്രകൃതി ദൃശ്യങ്ങൾ പതിപ്പിച്ചും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ പൂച്ചട്ടികൾ പോലുള്ള അലങ്കാരങ്ങളും അതുപോലെയുള്ള ആകർഷണമായിട്ടുള്ള വസ്തുക്കളും ഒക്കെ സ്ഥാപിച്ചും അലങ്കാര ദീപങ്ങൾ സ്ഥാപിച്ചും ഒക്കെ നമുക്ക് മുറിയെ ആകർഷണമാക്കാം. സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ആവശ്യത്തിന് സ്ഥലം ഒഴിച്ചിട്ടതിന് ശേഷം ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഫർണിച്ചറുകൾ ക്രമീകരിക്കുന്നത് ഉചിതമായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ ഗ്രഹത്തിന്റെ വാതിലിനെയും പ്രധാന വാതിലിനെയും ആ മുറിയുടെ ഘടനയെയും ദിക്കിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം ചെയ്യുന്നത്. ആ മുറിയിൽ ഗ്രഹനാഥൻ ഇരിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനവും തെക്ക് പടിഞ്ഞാറ് മൂല തന്നെയാണ്. അതായത് സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കസേര ഇട്ടുകൊണ്ട് ഗ്രഹനാഥന് ഇരിക്കാവുന്നതാണ്. അപ്രകാരം ഗ്രഹനാഥൻ ഇരിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കിയോ അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയോ ഇരിക്കുന്നത് ഉചിതമായിട്ടും വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. പ്രകൃതി ദൃശ്യങ്ങളോ മുഖക്കണ്ണാടികളോ മറ്റോ സ്ഥാപിക്കുന്നുവെങ്കിൽ അത് കിഴക്കോ വടക്കോ ഭിത്തികളിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും ഉചിതമായിട്ട് പറയുന്നുണ്ട്. ഇപ്രകാരം പ്രകൃതി ദൃശ്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ ക്രൂര വന്യമൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ അതിൽ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ ഗ്രഹ അന്തർഭാഗത്ത് സ്ഥാപിക്കുന്ന ഭാരമേറിയ ഇൻഡോർ ചെടികൾ ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് പറയുന്നത്. ഭാരമേറിയ ചെടികൾ തെക്ക് പടിഞ്ഞാറ് സ്ഥാപിക്കുവാൻ സാധിക്കാത്ത പക്ഷം അത് തെക്ക് കിഴക്കായിട്ട് സ്ഥാപിക്കാവുന്നതാണ്. ഭാരമേറിയ വസ്തുക്കളോ ഇൻഡോർ പ്ലാന്റുകളോ ഒന്നും തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥാപിക്കുവാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. അവിടെ ഭാരം കുറഞ്ഞ വസ്തുക്കളും ചെടികളും ആയിരിക്കണം നടേണ്ടത് അല്ലെങ്കിൽ സ്ഥാപിക്കേണ്ടത്. ഇരിക്കുവാനുള്ള ലഘുവായിട്ടുള്ള ഫർണിച്ചറുകൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥാപിക്കാവുന്നതാണ്. അതിന് സാധിക്കാത്ത പക്ഷം മറ്റ് ഏത് ഭാഗത്തും ലഘുവായിട്ടുള്ള ഫർണിച്ചറുകൾ സ്ഥാപിക്കാം. സ്വീകരണ മുറിയിൽ അലങ്കാരത്തിനായിട്ട് ഈശ്വരീയമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ അതിനും വടക്ക് കിഴക്ക് ഭാഗമാണ് ഏറ്റവും ഉചിതമായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇനി നമുക്ക് സ്വീകരണ മുറിയിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും അനുയോജ്യങ്ങളായിട്ടുള്ള നിറങ്ങളെ കൂടി ഒന്ന് പരിശോധിക്കാം. വെള്ള നിറം സ്വീകരണ മുറിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നിറമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇളം നീല നിറവും സ്വീകരണ മുറിക്ക് അനുയോജ്യമായിട്ടുള്ള നിറമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇളം പച്ച നിറവും സ്വീകരണ മുറിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നിറമായിട്ട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ അനുയോജ്യമായിട്ടുള്ള നിറങ്ങളും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള ചെടികൾ സ്ഥാപിച്ചും മുഖക്കണ്ണാടികൾ സ്ഥാപിച്ചും അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങൾ സ്ഥാപിച്ചും ഭാരമേറിയ ഫർണിച്ചറുകളും സാധന സാമഗ്രികളും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സ്ഥാപിച്ചും ഭാരം കുറഞ്ഞവ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ചുമൊക്കെ നമുക്ക് സ്വീകരണ മുറിയെ വാസ്തുശാസ്ത്ര പ്രകാരം പൂർണ്ണമായിട്ട് അനുകൂലമാക്കി തീർക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സ്വീകരണ മുറിയുടെ മധ്യഭാഗത്തായിട്ട് ഭാരമേറിയ വസ്തുക്കൾ ഒന്നും തന്നെ വെക്കാൻ പാടില്ല. കഴിവതും സ്വീകരണ മുറിയുടെ മധ്യഭാഗം ഒഴിച്ചിടുകയാണ് വേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സ്വീകരണ മുറിയെ തയ്യാറാക്കുന്ന പക്ഷം വാസ്തുശാസ്ത്രപരമായിട്ട് നല്ല അനുകൂല ഊർജം അതിൽ നിന്ന് ലഭിക്കുകയും ഗ്രഹത്തിലേക്ക് വിരുന്നു വരുന്ന ആൾക്കാർക്ക് അതൊരു പോസിറ്റീവ് എനർജി നൽകുകയും ഗ്രഹത്തിലുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങൾ വളരുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ അന്തേവാസികൾക്കിടയിലും പരസ്പര ആകർഷണത്വവും പരസ്പര സൗഹാർദ്ദവും നല്ല ഡീപ്പായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ വളരുന്നതിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സഹായിക്കും. വാസ്തുശാസ്ത്ര പ്രകാരം നമ്മളുടെ വീടിനെ ക്രമപ്പെടുത്തേണ്ട ഓരോ മുറിയെക്കുറിച്ചുമാണ് ഇപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തുശാസ്ത്രം സംബന്ധിച്ച് നിരവധി പേർ ചോദിക്കുന്ന ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. പലർക്കുമുള്ള സംശയമാണ്, മുഖം നോക്കുന്ന കണ്ണാടിയും മറ്റും വീട്ടിൽ എവിടെ വെക്കണം, അലമാരിയിൽ കണ്ണാടി സ്ഥാപിക്കാമോ തുടങ്ങി കണ്ണാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും വരാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഗ്രഹത്തിൽ പ്രതികൂല ഊർജം ഉണ്ടാകുന്നതിന് മുഖം നോക്കുന്ന കണ്ണാടി കാരണമായേക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഒരു പുതിയ വീട് വയ്ക്കുമ്പോഴും പഴയതാണെങ്കിൽ കൂടിയും പല കാര്യങ്ങളും നാം വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെയേറെ പണം ചെലവാക്കി ഒരുപാട് കാര്യങ്ങൾ നാം ഗ്രഹത്തിൽ ചെയ്യുമ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ നാം ഒഴിവാക്കാറുണ്ട്. ചിലപ്പോൾ അത് വിട്ടുപോകാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അറിവില്ലായ്മ മൂലം അശ്രദ്ധ മൂലം ഒക്കെ വിട്ടുപോകാറുമുണ്ട്. അത്തരത്തിൽ നിസ്സാരമെന്ന് നാം കരുതി ഒഴിവാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഐശ്വര്യം നൽകുന്നവയായിരിക്കും. അതിലൊരു കാര്യമാണ് മുഖം നോക്കുന്ന കണ്ണാടി എന്നുള്ളത്. മുഖം നോക്കുന്ന കണ്ണാടി പ്രതികൂലമായിട്ടുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് പ്രതികൂല ഊർജത്തെ നൽകുന്നതാണ്. അനുകൂലമായിട്ടുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചാൽ അത് അനുകൂല ഊർജത്തെ നൽകുന്നതുമാണ്. ഇത് ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. അതായത് തെറ്റായ സ്ഥാനത്ത് സ്ഥാപിക്കുന്ന മുഖം നോക്കുന്ന കണ്ണാടി വിപരീത ഫലം ആ വീട്ടിൽ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ ശരിയായ സ്ഥാനത്ത് ഘടിപ്പിക്കുന്ന മുഖം നോക്കുന്ന കണ്ണാടി ആ ഗൃഹത്തിലെ പ്രതികൂല ഊർജങ്ങളെ ഇല്ലാതാക്കി അവിടെ അനുകൂല ഊർജം സൃഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്കിനി കണ്ണാടി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. കണ്ണാടി ദീർഘചതുര ആകൃതിയിലുള്ളതായിരിക്കണം എന്നാണ് വാസ്തുശാസ്ത്രം പ്രതിപാദിക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ളതും വൃത്താകൃതിയിലുള്ളതുമായിട്ടുള്ള കണ്ണാടികൾ ഒഴിവാക്കണം. അതേപോലെ തന്നെ ത്രികോണാകൃതിയിലുള്ളതുമായിട്ടുള്ള കണ്ണാടികൾ ഒഴിവാക്കണം. അതായത് കൂർത്തതോ വൃത്താകൃതിയിലുള്ളതോ ആയിട്ടുള്ള യാതൊരു വിധത്തിലും കണ്ണാടി സ്ഥാപിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ണാടികൾ വീട്ടിൽ നെഗറ്റീവ് ഊർജത്തെ സൃഷ്ടിക്കും.
കിഴക്ക് ദിക്കിലാണ് കണ്ണാടി സ്ഥാപിക്കാൻ ഉത്തമം. വടക്ക് കിഴക്ക് ദിക്കുമൊക്കെ അനുകൂല ദിക്കുകളാണ്. ഭിത്തിയോട് ചേർന്ന് പൂർണ്ണമായും നിൽക്കുന്ന രീതിയിലായിരിക്കണം കണ്ണാടി സ്ഥാപിക്കേണ്ടത് എന്നാണ് വിശ്വാസം. അതായത് കണ്ണാടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാകാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ട് കണ്ണാടികൾ പരസ്പരം അഭിമുഖമായി വരുന്ന രീതിയിൽ സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതേപോലെ തന്നെ കണ്ണാടി സ്ഥാപിക്കുമ്പോൾ അത് കട്ടിലിന് അഭിമുഖമായി വരാൻ പാടില്ല. കൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് അനുകൂലമായിട്ട് വരാൻ പാടില്ല. ഗൃഹത്തിലാണെങ്കിലും വിരുന്നുകാരൊക്കെ വന്ന് ഇരിക്കുന്ന സ്വീകരണ മുറിക്കും അഭിമുഖമായി കണ്ണാടി വരാൻ പാടില്ല. കൂടാതെ ഗോവണിക്ക് താഴെയും കണ്ണാടി വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. കണ്ണാടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം 5 അടിയോളം ഉയരത്തിൽ സ്ഥാപിക്കണമെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. വളരെ താഴെയോ വളരെ ഉയരെയോ കണ്ണാടി സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം. പൊട്ടൽ വീണതോ മങ്ങിയതോ ആയിട്ടുള്ള കണ്ണാടികൾ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കി പുതിയ സ്ഥാപിക്കണമെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. അങ്ങനെയുള്ള കണ്ണാടികൾ വീട്ടിൽ സ്ഥാപിച്ചാൽ ആ വീട്ടിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അത്തരത്തിലുള്ള പരിക്കുകൾ പറ്റിയായിട്ടുള്ള കണ്ണാടികൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. കിടപ്പുമുറിയിലെ കട്ടിലിന് അഭിമുഖമായിട്ട് കണ്ണാടി വെച്ചാൽ ആ കിടപ്പുമുറിയിൽ പ്രതികൂല ഊർജം ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഇത് ആ കിടപ്പുമുറിയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. കൂടാതെ അവിടെ കലഹത്തിനുമൊക്കെ സാധ്യതയുണ്ട്. ശുചിമുറിയിൽ കണ്ണാടി വയ്ക്കുകയാണെങ്കിൽ കിഴക്ക് വശത്തെ ഭിത്തിയിലോ വടക്ക് വശത്തെ ഭിത്തിയിലോ ആണ് വയ്ക്കേണ്ടത്. മറിച്ചുള്ള തെക്ക് പടിഞ്ഞാറ് ഭിത്തികളിൽ ഒഴിവാക്കണം. കിഴക്ക് വശത്തെയോ വടക്ക് വശത്തെയോ ഭിത്തിയിൽ കണ്ണാടി സ്ഥാപിക്കുക വഴി ശുചിമുറിയിലെ പ്രതികൂല ഊർജത്തെ അത് പുറന്തള്ളുമെന്നാണ് വിശ്വാസം. ശുചിമുറിയിൽ കിഴക്കേ ഭിത്തിയിൽ ഒരു കണ്ണാടി വയ്ക്കുന്നത് ഉത്തമമായിട്ടും പറയുന്നുണ്ട്. കണ്ണാടി വയ്ക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് പോലും വളരെ പ്രസക്തമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ സാങ്കത്യം നമുക്ക് മനസ്സിലാകുന്നതാണ്. 5 അടി ഉയരത്തിൽ വെക്കണമെന്ന് പറയുന്നത് അധികം താഴെയായാൽ കുട്ടികളൊക്കെ അത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഉയരത്തിലായാൽ അത് നോക്കുന്നവർക്ക് ബുദ്ധിമുട്ടുമാകും. ഓരോ ദിക്കിനും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള ചില ഭാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിക്ക് അനുകൂലമായതും പ്രതികൂലമായതും ഒക്കെ കണ്ണാടി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുന്നത്. ആകൃതിയിലുള്ള വ്യത്യാസവുമൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അത് ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ കണ്ണാടി സ്ഥാപിക്കുമ്പോൾ ഭിത്തിയോട് ചേർത്ത് വെക്കണം എന്ന് പറയുന്നത് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത തന്നെയാണ് ഒരുപക്ഷെ നമ്മളുടെ പൂർവികർ മുന്നിൽ കണ്ടിരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്തും വളരെ പ്രസക്തമാണ്. അതിൻ്റെ പിന്നിലൊക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമാകും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന കണ്ണാടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ തികച്ചും ശാസ്ത്രീയം തന്നെയാണ്. അത് വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാതുള്ളവർ തള്ളിക്കളയുക. ഇന്നത്തെ വീഡിയോയുടെ വിഷയം നാം കിടപ്പുമുറി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കിടപ്പുമുറിയോട് ചേർന്ന് ബാത്റൂം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കിടപ്പുമുറിയോട് ചേർന്ന് അത് ഒരു ഭിത്തി ഷെയർ ചെയ്തുകൊണ്ട് ബാത്റൂം നിർമ്മിക്കാതിരിക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് പലർക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം അറ്റാച്ച് ബാത്റൂം ഇപ്പം ഒരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്രകാരം അറ്റാച്ച് ബാത്റൂം കൊടുക്കുന്നുണ്ട് എങ്കിൽ അറ്റാച്ച് ബാത്റൂമിന്റെ വാതിലിന് നേർക്ക് നാം തല വയ്ക്കുന്ന രീതിയിലോ കാല് വയ്ക്കുന്ന രീതിയിലോ കട്ടിലിടാതിരിക്കുക. ആ വാതിലിന് നേരെ ഒഴിച്ചിട്ട് മാറ്റി വേണം കട്ടില് സ്ഥാപിക്കാനായിട്ട്. ഇത് കിടപ്പുമുറിയിൽ ഏത് മുറികളിലാണെങ്കിലും, അതായത് പ്രധാന കിടപ്പുമുറിയിലും കുട്ടികളുടെ കിടപ്പുമുറിയിലും ഗസ്റ്റ് റൂമിലും ഒക്കെ ഇതേ സമ്പ്രദായം തന്നെ പാലിക്കേണ്ടതാണ്. കട്ടിലിടുമ്പോൾ ആ കട്ടില് ഈ ബാത്റൂമിന്റെ വാതിലിന് നേർക്ക് വരാതിരിക്കുക. രണ്ടാമത്തെ പ്രധാന കാര്യം കുട്ടികളുടെ മുറിയുമായിട്ടുള്ള കാര്യമാണ്. കുട്ടികളുടെ കിടപ്പുമുറി നാം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റോഡിനോട് ചേർന്ന് വരാതിരിക്കുക. അതായത് വീടിന്റെ ഏതു വശത്താണോ റോഡ് ആ വശത്തിന് എതിർവശത്തായിട്ട് കുട്ടികളുടെ കിടപ്പുമുറി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളുടെ കിടപ്പുമുറി റോഡിനോട് ചേർന്ന് വരുമ്പോൾ അവിടെ ആ ശബ്ദമാലിന്യങ്ങളും
അന്തരീക്ഷത്തിലെ പുകയുടെ മാലിന്യങ്ങളും ഒക്കെ ചേർന്നിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതായത് പ്രതികൂല ഊർജം ധാരാളമായിട്ട് ഈ കിടപ്പുമുറിയിൽ, കുട്ടികളുടെ കിടപ്പുമുറിയിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിന് വിപരീത വശത്തായിട്ട് കുട്ടികളുടെ കിടപ്പുമുറി അറേഞ്ച് ചെയ്യുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കിടപ്പുമുറികളുടെ വാതിലുകൾ തമ്മിൽ നേർക്കുനേരെ വരാതിരിക്കുക. അങ്ങനെ വരുന്ന പക്ഷം ആ വീട്ടിലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ രൂപപ്പെടാനും ഒരു കലഹത്തിലേക്കും ആ ഗ്രഹത്തിലെ ഐശ്വര്യഹാനിക്കും ഒക്കെ അത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഗ്രഹത്തിൽ വാതിലുകൾ നേരെ വരാതിരിക്കുക. കുട്ടികളുടെ കിടപ്പുമുറി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു മുറികളെല്ലാം തമ്മിൽ ഇതുപോലെ തന്നെ നേരെ നേരെ വാതിലുകൾ വരാത്ത രീതിയിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. കിടപ്പുമുറികൾ തമ്മിലുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും തരത്തില് മറവുകൾ സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിൽ നിലവിൽ നേർക്കുനേരെ വാതിലുള്ള വീടുകളിലൊക്കെ പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത്. പുതിയതായിട്ട് വീട് വയ്ക്കുന്നവർ ഈ കാര്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് വീട് വയ്ക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കിടപ്പുമുറികളുടെ വാതിലുകൾ ഒരു കാരണവശാലും ദീർഘചതുരാകൃതി അല്ലാത്ത മറ്റ് ആകൃതികളിൽ നിർമ്മിക്കാതിരിക്കുക. ദീർഘചതുരാകൃതിയിൽ നിർമ്മിക്കുന്ന വാതിലിന് മദ്യം താഴ്ന്ന രീതിയിലോ മധ്യഭാഗത്ത് ഉയർന്ന രീതിയിലോ ചെയ്യാൻ പാടില്ല. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങളോ ഡിസൈനുകളോ എന്തെങ്കിലുമൊക്കെ അതിൽ ഏർപ്പെടുത്തുമ്പോൾ അത് മദ്യം ഉയർന്ന രീതിയിലോ മദ്യം താഴ്ന്ന രീതിയിലോ ആകാത്ത തരത്തില് വാതിലുകൾ പരമാവധി പരന്ന രീതിയിൽ, നിരപ്പായ രീതിയിൽ ക്രമീകരിക്കുക. അഞ്ചാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, സീലിങ്ങുകൾ പരന്നതായിരിക്കണം എന്നുള്ളതാണ്. ചരിഞ്ഞതോ മറ്റാകൃതി പൂണ്ടതോമായിട്ടുള്ള സീലിങ്ങുകൾ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതായത് കിടപ്പുമുറിയുടെ സീലിംഗ് നിരപ്പുള്ളതായിരിക്കണം. പല സ്ഥലങ്ങളിലും ഈ കിടപ്പുമുറികളിൽ എക്സ്ട്രാ ഫോൾ സീലിങ്ങുകളൊക്കെ കൊടുക്കുമ്പോൾ, പല പല ഡിസൈനിൽ കൊടുക്കുമ്പോൾ മധ്യഭാഗം കുഴിഞ്ഞിരിക്കുന്ന രീതിയിലും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ വാസ്തുപരമായിട്ട് അനുകൂലമല്ല എന്ന് ഇത്തരത്തിൽ പറയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മധ്യഭാഗത്തോ അല്ലെങ്കിൽ നടുക്കൊക്കെ കുഴിയുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. സീലിംഗ് എപ്പോഴും പരന്നതായിട്ട് ചെയ്യുക. കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, കിടപ്പുമുറിയുടെ മധ്യഭാഗത്തുകൂടി അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് ബീമുകൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ ബീം ഉണ്ടെങ്കിൽ അത് ഫോൾസ് സീലിങ്ങിലൂടെ മറച്ചിരിക്കണം. അങ്ങനെ മറയ്ക്കുന്ന ഫോൾസ് സീലിങ്ങുകളൊക്കെ നിരന്നതായിരിക്കണം, നിരപ്പുള്ളതായിരിക്കണം എന്നാണ് ഈ അഞ്ചാമത്തെ പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒരു കിടപ്പുമുറി നാം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ഗ്രഹനിർമ്മാണം നടത്തിയാൽ തീർച്ചയായിട്ടും ആ കിടപ്പുമുറി കൊണ്ടുള്ള ആനുകൂല്യം, വാസ്തു ആനുകൂല്യം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണ്. ഈ മേൽപ്പറഞ്ഞ 5 കാര്യങ്ങൾ ഏതെങ്കിലും തന്നെ നമ്മളുടെ ഇപ്പോൾ നിലവിൽ വീട്ടിലെ കിടപ്പുമുറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. കാര്യം നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഈ വാതിലുകൾ പൊളിച്ചു മാറ്റി സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞ് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിലവിൽ ഉണ്ടെങ്കിൽ ആ ദോഷത്തിന് പരിഹാരമായിട്ട് വിൻഡ് ചെയിനുകൾ, മണികളൊക്കെ തൂക്കിയിടുക. കാറ്റിൽ ഇളകിയാടുന്ന മണികൾ തൂക്കിയിടുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ വായു പ്രവാഹം വരുമ്പോൾ അതിൽ ഈ മണികൾ ആടിയിട്ട് ആ ശബ്ദം നമ്മളുടെ ഈ ഭാഗങ്ങളിലൊക്കെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രതികൂല ഊർജത്തെ ഇല്ലാതാക്കും. മണികൾ കൂടാതെ മുളം കുഴല് കൊണ്ടുണ്ടാക്കുന്ന ഓടക്കുഴലും നമുക്ക് ഇത്തരത്തിൽ തൂക്കിയിടാവുന്നതാണ്. ഓടക്കുഴലിൽ കാറ്റടിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ, കേൾക്കാൻ പറ്റുന്നതിൽ താഴ്ന്ന ശബ്ദത്തില് സപ്തസ്വരങ്ങൾ അതിൽ കൂടി പ്രവഹിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓടക്കുഴൽ തൂക്കിയിടുന്നതും ഇത്തരത്തിൽ ദോഷങ്ങളുള്ള വീട്ടിലെ പ്രതികൂല ഊർജങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കിടപ്പുമുറി നിർമ്മിക്കുക. നിർമ്മിച്ചു കഴിഞ്ഞ വ്യക്തികൾക്ക് ഇത് പരിഹരിക്കാനായിട്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദ്രവ്യമുണ്ടെങ്കിലേ ബന്ധുക്കൾ ഉണ്ടാവൂ, ദ്രവ്യമില്ലാത്തവൻ ആരുമില്ല ഗതി. ദിവ്യനെന്നാകിലും ഭവ്യനെന്നാകിലും ദ്രവ്യമില്ലാഞ്ഞാൽ തരം കെടും നിർണയം. ഇത് പഞ്ചതന്ത്രത്തിന്റെ മലയാളം ഭാഷാ പദ്യമാണ്. ദ്രവ്യം എന്നാൽ ധനം തന്നെയാണ് അർത്ഥമാക്കുന്നത്. ധനം അത് ഏവർക്കും ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. ധനത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അന്ന് അരക്കാശില്ലായിരുന്നു ഞാൻ,
മന്ദസ്മിതാഢ്യനായി നിന്നിരുന്നു. ഇന്നു ഞാൻ വിത്തവാൻ തോരുന്നതില്ലെന്റെ കണ്ണുകൾ കഷ്ടം ഇതെന്തു മാറ്റം എന്ന് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലായിരുന്നപ്പോൾ സന്തോഷവാനായിരുന്നു എന്നും പണം വന്നപ്പോൾ കണ്ണുകൾ തോർന്നിട്ടില്ല എന്നുമാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. അത് ചങ്ങമ്പുഴയുടെ അനുഭവത്തിലൂടെ ഉണ്ടായതായിരിക്കാം. എന്നാൽ ഇന്ന് പണം അത്യാവശ്യമാണ്. പണമില്ലാത്തവൻ പിണം എന്നൊരു ചൊല്ലുപോലുമുണ്ട്. സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുവാനാണ് ഇന്ന് ഏവർക്കും ആഗ്രഹം. അതുകൊണ്ട് തന്നെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണെങ്കിലും ജീവിതത്തിൽ വിജയിക്കുന്നതിനും സമ്പത്തുണ്ടാക്കുന്നതിനുമായി എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തയില്ലാത്ത ഒരു വ്യക്തി സമൂഹത്തിൽ താഴോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിലർ ധനമുണ്ടാക്കുമ്പോൾ അതിനിരട്ടി ചിലവാക്കി വരവിനേക്കാൾ അധിക ചിലവ് വരുത്തിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. അത്തരമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ പലപ്പോഴും കടം വാങ്ങേണ്ടതായിട്ടും ഒക്കെ വന്നേക്കാം. ചിലർക്ക് തന്റെ ബന്ധുജനങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ വേണ്ടി കടം കൊടുക്കേണ്ടതായിട്ടും വന്നേക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പണം കൈകാര്യം ചെയ്യുന്ന രീതിയിലൂടെ ധനനഷ്ടവും ദാരിദ്ര്യവും ഉണ്ടാകാതിരിക്കാനുള്ള കരുതലെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ജീവിതത്തിൽ ധനവാനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഭാരതീയ ശാസ്ത്രപ്രകാരം ധനം സൂക്ഷിക്കേണ്ടതിന്, ധനം കയ്യിൽ നിൽക്കേണ്ടതിന് ചെയ്യേണ്ടതായിട്ടുള്ള വളരെ വിലയേറിയ അറിവുകൾ ഇതിലൂടെ തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ധനത്തെക്കുറിച്ച് ഒട്ടേറെ പഴഞ്ചൊല്ലുകൾ മലയാളത്തിലുണ്ട്. ധനവാന് ദാതാവും ദാസൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ധനമുള്ളവർക്ക് ആരും ദാസനായി തീരും എന്നാണ് അതിലൂടെ വലിയ അർത്ഥം കൊടുക്കുന്നത്. വാസ്തുശാസ്ത്രത്തിലും മറ്റും നിരവധി കാര്യങ്ങൾ പണം കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളെയാണ് നാം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. വാസ്തുശാസ്ത്രത്തിന് നാം വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും നമുക്ക് വീടിന്റെ വാസ്തു നോക്കുന്നതിൽ ഇപ്പോ മിക്ക ആളുകളും വളരെയേറെ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. വാസ്തുശാസ്ത്രം അത്രയേറെ പ്രചാരത്തിലായി കഴിഞ്ഞു. വീടിന്റെ അളവുകളും ദിക്കനുസരിച്ചും മറ്റും ക്രമപ്പെടുത്തുന്ന രീതിയും അല്ലാതെയും വാസ്തുശാസ്ത്രത്തിൽ ഐശ്വര്യം നേടുവാനായിട്ട് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് പണം കൈകാര്യം ചെയ്യുന്ന രീതി. വീടിന്റെ കാര്യത്തിലും മറ്റും നാം ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പലരും അശ്രദ്ധ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരുത്തുന്ന തെറ്റുകൾ നമ്മെ നിത്യ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. പണം എണ്ണുമ്പോഴും സൂക്ഷിക്കുന്ന സമയത്തുമൊക്കെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മിക്കവർക്കും അറിയില്ല. എന്നാൽ ധനവാന്മാരായിട്ടുള്ള ആളുകളുടെ ജീവിത വിജയത്തിന്റെ കഥ അവരുടെ സ്വഭാവവിശേഷങ്ങളിലൂടെ നടത്തിയ ഗവേഷണ ഫലമായിട്ട് ചില വസ്തുതകൾ കണ്ടെത്തിയിരുന്നു. അത് വാസ്തുശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പണം കൈകാര്യം ചെയ്യേണ്ട രീതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അശ്രദ്ധ കാണിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പണത്തെ കൈകാര്യം ചെയ്യുക, സൂക്ഷിക്കുക. നിങ്ങൾക്ക് അഭൗമമായിട്ടുള്ള മാറ്റം സ്വയം ദർശിക്കാനായിട്ട് സാധിക്കും. ധനവാന് ഏവരും ബന്ധു എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ധനമുള്ളവർക്ക് എല്ലാവരും ബന്ധുക്കളാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. നമുക്ക് ധനം കൈകാര്യം ചെയ്യേണ്ട രീതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്പം ജ്യോതിഷപരമായിട്ട് പണം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ആദ്യം ഒന്ന് പരിശോധിക്കാം. ജ്യോതിഷപരമായിട്ട് നമ്മുടെ പൂർവികർ ചില ദിവസങ്ങളിലൊക്കെ പണം കടം കൊടുത്താൽ അത് കൊടുക്കുന്ന ആൾക്ക് നഷ്ടങ്ങൾ വരുത്തുമെന്നും ദാരിദ്ര്യം വരുത്തുമെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴമക്കാർ ധനധാന്യാദികൾ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ നൽകിയിരുന്നില്ല. കൂടാതെ സന്ധ്യാനേരങ്ങളിലും ധാന്യവും ധനവും കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കാർത്തിക, മകം, ഉത്രം, ചിത്തിര, മൂലം, രേവതി എന്നീ നക്ഷത്രങ്ങളിലും പണം കൊടുക്കുന്നതോ വാങ്ങുന്നതോ ശുഭമായിട്ട് പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ, മറ്റുള്ളവർക്ക് അത്യാവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് പ്രായോഗികമല്ല എന്നുകൂടി ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഒരു ജീവൻ രക്ഷിക്കേണ്ടതായിട്ടുള്ള സന്ദർഭത്തിലാണ് ഒരാൾ പണം ചോദിക്കുന്നതെങ്കിൽ എന്തു തന്നെ വന്നാലും ആ ധനത്തെ നാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് സഹായിക്കുക തന്നെ ചെയ്യണമെന്നാണ്. അതിലൂടെ ഈശ്വര കടാക്ഷം തീർച്ചയായിട്ടും ഉണ്ടാകും.
ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഒരുപക്ഷെ ആ സമയത്ത് ബാധിച്ചു എന്ന് വരില്ല. നന്മ നൽകിയാൽ തീർച്ചയായിട്ടും നമുക്ക് നന്മ ലഭിക്കും എന്നുള്ള ദൈവിക ചിന്തയിലൂടെ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ മറക്കാം. സാധാരണ അവസരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ധനധാന്യാദികൾ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുക. പണമെന്നാഖ്യ കേൾക്കുമ്പോൾ പിണവും വാ പിളർന്നിടും. പണത്തിന്റെ മൂല്യത്തെ പറയുന്ന മറ്റൊരു ശ്ലോകമാണ്. നമുക്കിനി പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വസ്തുതകളെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇംഗ്ലീഷിൽ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുണ്ട്. എന്ത് നാം കൊടുക്കുന്നോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ബഹുമാനം അങ്ങോട്ട് കൊടുത്താൽ ബഹുമാനം ഇങ്ങോട്ട് കിട്ടും. അതേപോലെ തന്നെ പണത്തിനെയും നാം ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. ധനം എന്നത് ധനലക്ഷ്മിയാണ്, ലക്ഷ്മി ദേവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തു തന്നെ വന്നാലും പണത്തെ നാം ബഹുമാനിക്കണം. അലക്ഷ്യമായിട്ട് പണം ഉപയോഗിക്കുന്നത് പാടില്ല. അശ്രദ്ധയോടുകൂടി ധനത്തെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ അലക്ഷ്യമായിട്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ ധാരാളമായിട്ട് ധനനഷ്ടമുണ്ടാകാനും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനും സാധ്യതയുണ്ട്. ചിലരൊക്കെ നോട്ട് കെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നോട്ടിൽ എന്തെങ്കിലുമൊക്കെ ചുരുട്ടി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. യാദൃശ്ചികമായിട്ട് ഒരു ഹോട്ടൽ ഭക്ഷണത്തിന്റെ വേളയിൽ ഒരു വ്യക്തി ഭക്ഷണത്തിന്റെ ചെറിയൊരു അംശം അവിടെ കിടന്നപ്പോൾ അത് കയ്യിലിരുന്ന നോട്ട് കൊണ്ട് അത് നീക്കം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോട്ട് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ അപമാനിക്കലാണ്. ആ വ്യക്തിയെ ലക്ഷ്മി ദേവി ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല, സംരക്ഷിക്കില്ല. അതുപോലെ തന്നെ നിലത്ത് നാം അറിഞ്ഞുകൊണ്ട് ചവിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിലത്ത് വീണാൽ അത് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ആ പണത്തെ തിരികെ എടുത്ത് ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ പണത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നാം ആദ്യമായി പഠിക്കേണ്ട കാര്യം. നിങ്ങൾ ധനവാനാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ സാമ്പത്തിക ബാധ്യതയുള്ളവരാണ് എങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് ധനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് ധനത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ധനത്തെ ബഹുമാനത്തോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉയർച്ചയിൽ എത്തുന്നതാണ്. മറിച്ചായാൽ നിങ്ങൾക്ക് നിത്യദാരിദ്ര്യം തന്നെയാണ് ഫലം. പണമുള്ളവനെ മണമുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. നമുക്കിനി രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് കടക്കാം. ചിലരൊക്കെ പണം എണ്ണുന്ന സമയത്ത് തുപ്പൽ തൊട്ടും മറ്റും എണ്ണുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മേശപ്പുറത്തൊക്കെ വെച്ച് പണം എണ്ണുമ്പോൾ മേശപ്പുറത്തൊക്കെ അലക്ഷ്യമായി വീണ് കിടക്കുന്ന അഴുക്ക് വെള്ളത്തിലുമൊക്കെ കൈ തൊട്ടുകൊണ്ട് പണത്തെ എണ്ണുന്നതും കണ്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയെ അപമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ലക്ഷ്മി കടാക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഒഴിവാക്കുക. ഇത് പലരും ഇങ്ങനെ ചെയ്യുന്നത് ഒരുപക്ഷെ നമുക്ക് കണ്ടിരിക്കും. നമ്മളിൽ പലർക്കും ആ ശീലങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇത് ഒരു മോശം ശീലമാണ്. ഇന്നു മുതൽ നിങ്ങൾ ധനവാനാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒഴിവാക്കുക. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുകൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ധനം ഉണ്ടാകണം. പണം എണ്ണുന്ന സമയത്ത് തുപ്പൽ തൊട്ടുകൊണ്ടും മറ്റും എണ്ണുന്നത് നമ്മുടെ ആരോഗ്യത്തിനും അത് ഹാനികരമാണ്. കൂടാതെ വാസ്തുശാസ്ത്രപരമായിട്ട് അത് അനുകൂലമല്ല എന്ന് വ്യക്തമായിട്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നു മുതൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ, പണം എണ്ണുമ്പോൾ തുപ്പൽ തൊട്ടും അശുദ്ധ ജലം കൊണ്ട് എണ്ണുന്നതും നിർത്തുക. അങ്ങനെ തുടരുന്ന പക്ഷം നിങ്ങൾക്ക് നിത്യദാരിദ്ര്യം തന്നെയായിരിക്കും ഫലം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധനവാനാകാനും ഐശ്വര്യത്തിലേക്ക് നീങ്ങുവാനും സാധിക്കും. പണം അമൃതം എന്നൊരു ചൊല്ലുണ്ട്. നമുക്ക് പണം കൂടിയേ തീരൂ ഇന്നത്തെ കാലത്ത് ജീവിതം ഭംഗിയായിട്ട് ജീവിച്ചു തീർക്കുവാൻ. അതിനുവേണ്ടി നാം ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട വസ്തുത നോക്കാം. അതായത് പണം സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. പണം നാം പേഴ്സിലും സാധാരണയായി ഉടുപ്പിന്റെ പോക്കറ്റിലുമൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ചിലരൊക്കെ പേപ്പറിലും മറ്റും പൊതിഞ്ഞ് ഭദ്രമായിട്ടും ഒക്കെ പേഴ്സിലും പോക്കറ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ വെക്കാറുമുണ്ട്. പേപ്പറിലും മറ്റും പണം പൊതിഞ്ഞു വെക്കുന്നത് ശുഭമായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ലക്ഷ്മി ദേവിയെ മറച്ചു വെക്കുന്നതിന് തുല്യമാണ്. എന്നാൽ പേഴ്സിൽ ഭദ്രമായിട്ട് വൃത്തിയോടുകൂടി വെക്കുന്ന ധനം ഐശ്വര്യത്തെ നൽകുമെന്നും പറയുന്നുണ്ട്. പേഴ്സുകളിലും മറ്റും പണത്തോടൊപ്പം പഴയ ബില്ലുകളും പഴയ പേപ്പറുകളും എന്തെങ്കിലും കുറിപ്പടികളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പണം സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക. ധനം വയ്ക്കുന്ന
അറയിൽ പണം മാത്രമായിട്ട് വെക്കുക. അതായത് പൊതുവെ പേഴ്സിലായാലും പോക്കറ്റിലായാലും ധനം വെക്കുന്നത് വൃത്തിയും വെടിപ്പോടും കൂടി വേണം. അത് മറ്റുള്ള സാധനങ്ങളുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. അതാണ് ഈ വസ്തുതയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. പണമില്ലാത്തവൻ പിണം, പണമാണ് പ്രധാനം എന്നുള്ള പഴഞ്ചൊല്ലുകൾ നിങ്ങൾ ഏവരും കേട്ടിട്ടുണ്ടാകും. നമുക്കിനി അടുത്ത പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വസ്തുതയിലേക്ക് കടക്കാം. പലരുടെയും ഒരു ശീലമാണ് പണത്തിൽ എഴുതുക എന്നുള്ളത്. പേരെഴുതാറുണ്ട്. പേരെഴുതി കഴിഞ്ഞാൽ കൂടുതൽ സമ്പന്നനാകാം എന്നുള്ള ധാരണയായിരിക്കും. അത് മിഥ്യാധാരണയാണ്. അതേപോലെ തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ എത്ര തുകയുണ്ട്, കൂട്ടുമ്പോൾ എത്ര തുക വരുന്നു എന്നുള്ളത് ചിലര് പേന കൊണ്ടും ചിലര് പെൻസിൽ കൊണ്ടും ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന ശീലവുമുണ്ട്. അതൊക്കെ തെറ്റാണ്. ലക്ഷ്മി ദേവി തന്നെയാണ് ധനം. നോട്ട് കെട്ടുകളിൽ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ എഴുതാതിരിക്കുക. അത് ലക്ഷ്മി ദേവിയെ അപമാനിക്കലാണ്. ഇന്ന് ഗവൺമെന്റ് ഉത്തരവിലൂടെയൊക്കെ നോട്ടിൽ എഴുതുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല വ്യക്തികളും ഇപ്പോഴും അത് തുടരുകയാണ്. അത്തരം നോട്ടുകളൊക്കെ ബാങ്കുകൾ എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സാധാരണക്കാർ ഇതൊന്നും അറിയാത്ത ജനങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോൾ അവർക്ക് എടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ശീലമല്ല. ഇത് നിങ്ങളെ നിത്യ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ശീലമാണ്. അത് ഒഴിവാക്കുക. ധനത്തിൽ എഴുതുന്നത് ഇന്ന് ശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമായിട്ടാണ് കരുതുന്നത്. ഇതൊന്നും നമുക്ക് നിയമത്തിലൂടെയല്ല, നമ്മുടെ സ്വബോധത്തിലൂടെയാണ് നിയന്ത്രിക്കേണ്ടത്. ധനത്തെ അപമാനിക്കാതിരിക്കുക. ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അല്ലാത്ത പക്ഷം ഒരിക്കലും ധനം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങൾ എന്നും നിത്യ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടതായിട്ട് വരാം. ദാരിദ്ര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പണപരമായിട്ടുള്ള വസ്തുതകളിൽ അവസാനത്തേതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പണം സുരക്ഷിതമായി വെക്കുക, പണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പലരും തലയണയുടെ ഒക്കെ അടിയിൽ പണം ഒളിപ്പിച്ചു വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പഴയ ആൾക്കാർ അരിപ്പെട്ടിയിൽ അരിക്ക് ധാന്യത്തിനകത്തൊക്കെ പണം ഒളിപ്പിച്ചു വെക്കാറുണ്ടായിരുന്നു. ലോക്കറും ഷെൽഫും അലമാരിയും ഒക്കെ ഉള്ളവർ അലമാരിയിലുമൊക്കെ ധനം സൂക്ഷിച്ചു വെക്കാറുണ്ട്. ചിലര് പേഴ്സിലൊക്കെ വെച്ചിട്ട് അലമാരിക്ക് മുകളിലോ അല്ലെങ്കിൽ മേശയ്ക്ക് മുകളിലോ ഒക്കെ വെക്കുന്നുണ്ട്. പണം നിങ്ങൾ അലമാരിയിലാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ അത് വസ്ത്രത്തോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് അശുദ്ധ വസ്തുക്കളോടൊപ്പമോ ഏതെങ്കിലും തരത്തിലുള്ള സാധന സാമഗ്രികളോടൊപ്പമോ വെക്കാതിരിക്കുക. പണം പ്രത്യേകമായിട്ട് സുരക്ഷിതമായിട്ട് ശുദ്ധിയോടുകൂടി വെക്കുക, ബഹുമാനത്തോടു കൂടി വെക്കുക. തലയണയുടെ അടിയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ സൂക്ഷിച്ച് ഒളിപ്പിച്ചു വെക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തെ ഒഴിവാക്കുക. മറ്റ് സ്ഥലങ്ങൾ ശുദ്ധമായിട്ടുള്ള അലമാരയോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പണം സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുക. മേശയിലും മറ്റും സൂക്ഷിക്കുമ്പോഴും പേപ്പറിൽ പൊതിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പേഴ്സിലും അലമാരിയിലും ഒക്കെ സൂക്ഷിക്കുന്ന സമയത്തും നോട്ടുകെട്ടുകൾ ചുരുട്ടി വികൃതമായിട്ട് സൂക്ഷിക്കാതിരിക്കുക. പണ്ട് കാലത്ത് പഴമക്കാർ ധാന്യപ്പെട്ടിയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. ധാന്യം തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു രൂപം തന്നെയാണ്. ധനലക്ഷ്മി ദേവി, ധാന്യലക്ഷ്മി ദേവിയും അഷ്ടലക്ഷ്മിമാരിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ധനത്തെ ധാന്യത്തിന്റെ കൂടെ വെക്കുന്നത് ശുഭമായിട്ടാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത്. അതേപോലെ തന്നെ വിദ്യാലക്ഷ്മി അഷ്ടലക്ഷ്മിമാരിൽ പെട്ടതാണ്. അലമാരയും ലോക്കറും ഒന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ളവർക്ക് പുസ്തകങ്ങളിലും മറ്റും ധനത്തെ സൂക്ഷിച്ച് അത് സൂക്ഷ്മതയോടുകൂടി നല്ല വൃത്തിയുള്ള സ്ഥാനത്ത് വെച്ച് പണം സൂക്ഷിക്കാവുന്നതാണ്. അതിലും തെറ്റില്ല. അത് അഷ്ടലക്ഷ്മിമാരിൽപ്പെട്ട ലക്ഷ്മി ദേവി തന്നെയാണ്. ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് രാമായണം, മഹാഭാരതം പോലെയുള്ള നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലും ഒക്കെ പണം സൂക്ഷിക്കാം. അതിന് തെറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങളെ നിത്യദാരിദ്ര്യത്തിലേക്ക് നയിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനം നിലനിൽക്കും, ഐശ്വര്യം നിങ്ങളെ തേടിയെത്തും. പണമില്ലാത്തവൻ പിണമാണ്. അത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം തന്നെയാണ്. എല്ലാവർക്കും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദ്രവ്യമുണ്ടെങ്കിലേ ബന്ധുക്കൾ ഉണ്ടാവൂ, ദ്രവ്യമില്ലാത്തവൻ ആരുമില്ലാഗതി. ദിവ്യനെന്നാകിലും ഭവ്യനെന്നാകിലും ദ്രവ്യമില്ലാഞ്ഞാൽ തരം കെടും നിർണയം എന്നുള്ള പഞ്ചതന്ത്രത്തിലെ ശ്ലോകത്തെ ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്.
വാസ്തുകാര്യങ്ങൾക്കായി മിക്ക വീടുകളിലും പോകുമ്പോൾ ആദ്യം കണക്കനുസരിച്ച് ക്രമപ്പെടുത്തി വാസ്തുശാസ്ത്രം അനുസരിച്ച് വെക്കുന്ന വീടുകളിൽ പോലും പിന്നീട് സൗകര്യം കുറയുമ്പോൾ സൗകര്യവർദ്ധനവിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോഴൊക്കെ വാസ്തു നോക്കാതെ തന്നെ കൂട്ടിച്ചേർക്കലുകളും മറ്റും നടത്തിയിട്ട് അതിന്റെ ദോഷങ്ങൾ പരിഹരിക്കേണ്ട അവസ്ഥ വരിക. ഇപ്പൊ ഇപ്രകാരം പുതിയതായിട്ട് മുറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ആദ്യത്തെ വീടിൽ നിന്ന് എക്സ്റ്റൻഷനായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഴയ വീട്ടിൽ താമസ സൗകര്യത്തിനായിട്ട് മുറികൾ കൂട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കിഴക്കിനി, തെക്കിനി, പടിഞ്ഞാറ്റിനി, വടക്കിനി എന്നീ 4 തരത്തിലാണ്, 4 ശാലകളായിട്ടാണ് നമ്മളുടെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അത് ദർശനത്തിനനുസരിച്ച് ഓരോ ശാലകൾക്കും കണക്കുകളുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കണക്കുകൾ അനുസരിച്ചുകൊണ്ട് വേണം വീട് പണിയാനായിട്ട്. ഓരോ ദിക്കിനും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് വീട് വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ മുറികൾ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോറേജ് മുറികൾ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് വാസ്തുവിന്റെ ആകെ പ്രതികൂലത്തിലാകാനുള്ള സാധ്യതയുണ്ട്. അപ്രകാരം കണക്കുകളൊക്കെ തെറ്റുന്ന അവസ്ഥയിൽ വീട്ടിലുള്ളവർക്ക് ചില ദോഷങ്ങളൊക്കെ വരുമ്പോൾ അവർ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ മുറികൾ കൂട്ടിച്ചേർക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആദ്യം തന്നെ വാസ്തു അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് തന്നെ വാസ്തു നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഉത്തരപ്പുറം ചുറ്റാണ് കണക്കിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവസരത്തില് പഴയ വീടിന്റെ ഉത്തരപ്പുറം ചുറ്റിനോട് ചേർത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് മറ്റൊരു ശാലയായിട്ട് പുതിയ നിർമ്മാണത്തെ കൊണ്ടെത്തിക്കുകയോ ആണ് ചെയ്യേണ്ടത്. അതായത് നിലവിലുള്ള വീടിനോട് ചേർത്ത് ചെയ്യുമ്പോൾ ഒട്ടാകെ ഒരു കണക്കിൽ എത്തിച്ച് നല്ല രീതിയിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതല്ലെങ്കിൽ പുതിയതായിട്ട് നിർമ്മിക്കുന്നത് ഒരു രണ്ടാമത്തെ ശാലയായിട്ട് കണ്ടെത്തിക്കൊണ്ട് അത് പ്രത്യേകം ഒരു കണക്കിൽ പ്രത്യേകം വിഭാവനം ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓരോ മുറിയുടെയും നമുക്ക് ഏത് മുറിയാണോ, ഏത് തരത്തിലുള്ള മുറിയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ആ മുറി നമ്മുടെ വീടിനോട് യോജിക്കുന്ന തരത്തില് ചേർത്ത് വെക്കുക, കണക്ക് എത്തിച്ചു വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കണക്കുകൾ ഉത്തമമായിട്ടുള്ള കണക്കുകളിൽ രണ്ടും കൂട്ടി യോജിപ്പിച്ച് എത്തിക്കുക എന്നുള്ളത് കൂടാതെ തന്നെ സൂത്രവേദങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ, ബ്രഹ്മസൂത്രം വേദിക്കാത്ത രീതിയിൽ അത് ചെയ്തെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതായത് മധ്യസൂത്രത്തിനും മറ്റ് തരത്തിലുള്ള സൂത്രവേദം ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന മുറിയെ കൃത്യമാക്കിയെടുക്കുക. ഇപ്പോൾ നാമൊക്കെ വീടിനകത്ത് തന്നെ ശൗചാലയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ശൗചാലയങ്ങളൊക്കെ ആദ്യം കൃത്യപ്പെടുത്തിക്കൊണ്ട് മധ്യസൂത്രങ്ങളും സൂത്രവേദങ്ങളും ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയും പിന്നീട് ഒരു മുറി കൂടുതലായിട്ട് ചേർക്കേണ്ട അവസരം വരുമ്പോൾ ആ ശൗചാലയങ്ങള് വേദത്തിലേക്ക് പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകാത്ത തരത്തിൽ വേണം പുതിയതായിട്ട് കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ. അതുകൂടാതെ തന്നെ അടുക്കളയുടെ സ്ഥാനത്തിന് മാറ്റം വരാത്ത രീതിയിൽ കൂടി വേണം നാം കൂട്ടിച്ചേർക്കലുകൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. പുതിയതായിട്ട് കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോൾ അടുക്കള പോലുള്ള കാര്യങ്ങൾ അതിന്റെ സ്ഥാനത്തിന് കോട്ടം തട്ടാതെ ഇരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ കട്ടിളയുടെയും ജനലിന്റെയും ഒക്കെ മദ്യങ്ങൾ തമ്മിൽ വേദിക്കാത്ത രീതിയിൽ പുതിയ മുറിയുമായിട്ട് ബന്ധപ്പെടുത്തി വേണം പുതിയതായിട്ട് മുറികൾ കൂട്ടിച്ചേർക്കാനായിട്ട്. അതുകൂടാതെ വീടിന് 4 ചുറ്റിലുമുള്ള അതിർത്തിയിലേക്ക് കടന്ന് എത്തുന്ന രീതിയിൽ, അതായത് ഏറ്റവും അവസാനത്തെ വീതിയായിട്ടുള്ള പിശാച് വീതിയിലേക്ക് പുതിയ മുറി കൂട്ടിച്ചേർക്കുമ്പോൾ എത്തിച്ചേരാത്ത രീതിയിൽ അളവ് കൃത്യമാക്കിക്കൊണ്ട് വേണം പുതിയ മുറി എടുക്കുവാൻ. മറ്റൊരു കാര്യം നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ്. സമതതം, പാദാധികം, അർത്ഥാധികം, പാദോനം എന്നീ 4 തരത്തിലാണ് നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തെ പറയുന്നത്. അതിൽ പാദോനം വരാത്ത രീതിയിൽ മറ്റ് 3 അളവുകൾ തെരഞ്ഞെടുത്ത് നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തെ എത്തിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നാമൊക്കെ വാർത്ത ഗ്രഹത്തിലാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഉത്തരക്കൂട്ട് എന്നുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഭിത്തിപ്പുറം കണക്കാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഭിത്തിപ്പുറം കണക്ക് ഉത്തമമായിട്ട് വരുന്ന രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പാതകപ്പുറം കണക്ക് പ്രത്യേകമായിട്ട് എടുത്തിട്ട് അത് മധ്യമത്തിലോ ഉത്തമത്തിലോ വരുന്ന രീതിയിലായിരിക്കണം കണക്ക് കൂട്ടിയെടുക്കേണ്ടത്. അതായത് മരണച്ചുറ്റ് പാതകപ്പുറം കണക്ക് വരാത്ത രീതിയിൽ വേണം ഭിത്തിപ്പുറം കണക്കിനെ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ മുറികളുടെ നീളം വീതിയും ആ പുതിയതായിട്ട് എടുക്കുന്ന മുറിയുടെ നീളവും വീതിയും എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പാദാധികം, അർത്ഥാധികം, സമതതം എന്നീ കണക്കുകളിൽ എത്തിക്കുക. പാദോനം എന്ന കണക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്.
മുറി പുതിയതായിട്ട് എടുക്കുമ്പോഴോ മറ്റോ നമുക്ക് സമചതുരമായിട്ട് മുറി എടുക്കാവുന്നതാണ്. എന്നാൽ ദീർഘചതുരത്തിൽ എടുക്കുന്ന വേളയിൽ പാദോനം എന്ന കണക്ക് ഒഴിവാക്കിക്കൊണ്ട് വേണം പുതിയതായിട്ട് എടുക്കുന്ന മുറിയെ നമുക്ക് രൂപകൽപ്പന ചെയ്യാനായിട്ട്. ഒരു വീട്ടില് ഗ്രഹം പണിഞ്ഞതിന് ശേഷം വളരെ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം പുതിയതായിട്ട് മുറി കൂട്ടിച്ചേർക്കേണ്ടി വരുമ്പോൾ പല സ്ഥലങ്ങളിലും പാകപ്പിഴകൾ ഉണ്ടായിട്ട് അത് മുൻപ് നല്ല രീതിയിൽ വാസ്തു അനുശാസിക്കുന്ന രീതിയിൽ പണിഞ്ഞിട്ടുള്ള വീടിനെ പോലും ദോഷകരമായിട്ട് ബാധിക്കുന്നത് അനുഭവത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ അനുഭവത്തിൽ ഉള്ളപ്പോൾ പുതിയതായിട്ട് മുറി കൂട്ടിച്ചേർക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. മുറികൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നല്ലൊരു വാസ്തു വിദഗ്ധനെ കണ്ടെത്തി പുതിയ മുറി കൂട്ടിച്ചേർക്കുക. പിന്നീട് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത് ആശ്വാസമാകും. നമ്മളുടെ ഗ്രഹത്തിൽ പൂജാമുറി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൂജാമുറി ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പൂജാമുറിയെ കുറിച്ച് സമ്പൂർണമായിട്ട് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പൂജാമുറിക്ക് ഒരു ഗ്രഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, പൂജാമുറി നമ്മളുടെ വീട്ടിൽ പാടുണ്ടോ? പലർക്കും സംശയമുള്ള കാര്യമാണ് ഗ്രഹത്തിൽ പൂജാമുറി പാടുണ്ടോ, അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത്. പൂജാമുറി ഒരു ഗ്രഹത്തിൽ നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ പൂജാമുറി ഒരു ഗ്രഹത്തിൽ പ്രത്യേകമായി ഒരുക്കുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല. അതുകൊണ്ട് ഐശ്വര്യം തന്നെയാണുള്ളത്. പൂജാമുറി ഒരുക്കുമ്പോൾ നാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതുകൊണ്ട് ധാരാളമായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. നല്ല ഗ്രഹത്തെ ഒരു ഐശ്വര്യപൂർണ്ണമാക്കാനായിട്ട് നമുക്ക് അതുകൊണ്ട് സാധിക്കും. പലർക്കുമുള്ള സംശയം വിഗ്രഹം പാടുണ്ടോ, ഫോട്ടോകൾ എങ്ങനെയൊക്കെ വെക്കണം തുടങ്ങി നിരവധി സംശയങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്. ഒരു പൂജാമുറി ഗ്രഹത്തിലുണ്ടെങ്കിൽ അതിൽ ഫോട്ടോയോ വിഗ്രഹങ്ങളോ വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പൂജ അറിയുന്നവർക്കാണെങ്കിൽ പൂജ ചെയ്യുകയും ആവാം. എന്നാൽ സാധാരണക്കാർ പൂജ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വിഗ്രഹങ്ങൾ വീട്ടിലുള്ള സാധാരണക്കാര് മാല ചാർത്തുകയോ കർപ്പൂരം ഒഴിയുകയോ ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുകയോ നിലവിളക്ക് കൊളുത്തി അതിന് മുന്നിലായിട്ട് വിഗ്രഹത്തിന് മുന്നിലായിട്ട് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. താന്ത്രിക വിധി പ്രകാരം സാധാരണക്കാർ വീട്ടിൽ പ്രതിഷ്ഠ ചെയ്യാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. തന്ത്രവിദ്യ പഠിച്ച ഏതൊരാൾക്കും ഗ്രഹത്തിൽ പൂജാമുറി ഒരുക്കി വിഗ്രഹം പ്രാണപ്രതിഷ്ഠ ചെയ്ത് പ്രതിഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ കഴിയുന്നതും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. നാളത്തെ തലമുറയെ കൂടി ഓർത്തുകൊണ്ട് അത് ചെയ്യുക. സാധാരണയായി ഒരു പൂജാമുറി ഒരുക്കുമ്പോൾ ഫോട്ടോയും വിഗ്രഹങ്ങളും ഒക്കെ വെച്ച് നമുക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുകയും മാല സമർപ്പിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. വിശേഷ ദിവസങ്ങളിൽ മാല ചാർത്തുക, കർപ്പൂരം കത്തിക്കുക, ചന്ദനത്തിരി കത്തിക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഗ്രഹത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഒരു ഗ്രഹത്തിൽ പൂജാമുറി വേണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. പൂജാമുറി ഇല്ലാത്തവർ വരാന്തയിലോ പ്രധാന മുറിയിലോ സ്വീകരണ മുറിയിലോ വിളക്ക് കൊളുത്തി ദിവസവും പ്രാർത്ഥിക്കുക. പൂജാമുറിക്ക് തുല്യമായിട്ടുള്ള ഐശ്വര്യം നമ്മളുടെ ഗ്രഹത്തിൽ കളിയാടുന്നതാണ്. എന്നാൽ കൂടുതൽ നമുക്ക് സുഖകരമായിട്ട് ഇരുന്ന് ധ്യാനത്തിനും മന്ത്രജപത്തിനും ഒക്കെ പൂജാമുറി ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. പൂജാമുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാവിലെയും സന്ധ്യയ്ക്കും കഴിയുമെങ്കിൽ നിലവിളക്ക് കൊളുത്തുക. തൂക്കുവിളക്ക് പൂജാമുറിയിൽ പാടില്ല. അഷ്ടമംഗല്യം പൂജാമുറിയിൽ വെക്കുന്നത് നല്ലതാണ്. നെല്ല്, അരി, വസ്ത്രം, കത്തിച്ച നിലവിളക്ക്, വാൽക്കണ്ണാടി, കുങ്കുമച്ചെപ്പ്, കളഭം അഥവാ ചന്ദനം, ഗ്രന്ഥം തുടങ്ങിയ കാര്യങ്ങളും രാമായണം, മഹാഭാരതം, ദേവീ ഭാഗവതം, ഭഗവത്ഗീത, ദേവി മഹാത്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. കൂടാതെ സ്നാനശേഷം അണിയാനുള്ള ഭസ്മം, കുങ്കുമം, ചന്ദനം, മഞ്ഞൾ എന്നിവ ഒരു തട്ടത്തിലോ ഭദ്രമായിട്ടോ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. ഭഗവത് ചിത്രങ്ങളോ അല്ലാതെ വ്യക്തികളുടെയോ മറ്റു തരത്തിലുള്ള യാതൊരുവിധ ചിത്രങ്ങളോ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല. പൊട്ടിയതും ഉപയോഗശൂന്യമായതും പൂജാ സംബന്ധമായിട്ടുള്ളതുമല്ലാത്ത ഒരു കാര്യങ്ങളും പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. താന്ത്രികപരമായിട്ടുള്ള പ്രതിഷ്ഠ ചെയ്യാതെയും ചിത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പൂജാമുറിയിൽ ശുദ്ധവൃത്തിയോടുകൂടി ഏത് സമയത്തും പൂജ ചെയ്യാം, അല്ലെങ്കിൽ പൂജകന് അവിടെ പ്രാർത്ഥന നടത്താം എന്നുള്ളത് ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. പുലവാലായ്മകൾ ഉള്ളപ്പോൾ പോലും പൂജാമുറിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കയറുകയും നിലവിളക്ക് കത്തിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പുലവാലായ്മകൾ ഉള്ള സമയത്ത് നിലവിളക്ക് കത്തിക്കുന്നത് മുടക്കാതിരിക്കുക എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. നമ്മളുടെ അന്ധകാരത്തെ നീക്കി ഐശ്വര്യം നേടുന്നതിനാണ് നിലവിളക്ക് കൊളുത്തുന്നത്.
യാതൊരുവിധ സമയത്തും അതിന് തടസ്സം വരാത്ത രീതിയിൽ നിലവിളക്ക് കൊളുത്താവുന്നതാണ്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും നിലവിളക്ക് കൊളുത്തുന്നതിനാൽ കുലവാലായ്മകൾ ഉള്ള സമയത്തും നിലവിളക്ക് കൊളുത്തി ഗ്രഹത്തിൽ പ്രാർത്ഥിക്കാമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. വിധിപ്രകാരം വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് പൂജാമുറിയിലേക്ക് കയറാതിരിക്കുക. കൂടാതെ പൂജയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാൽക്കിണ്ടിയിലെ ജലം, അഗർബത്തിയുടെ ചാരം, ചാർത്തിയ മാല, വാടിയ പുഷ്പങ്ങൾ ഇവയൊക്കെ ആ കൃത്യസമയത്തിന് ശേഷം അതാത് സമയങ്ങളിൽ നീക്കം ചെയ്ത് ശുദ്ധവൃത്തി പൂജാമുറിക്കുള്ളിൽ പാലിക്കേണ്ടതാണ്. പൂജാമുറി ഗ്രഹത്തിൽ നിർമ്മിക്കുമ്പോൾ കഴിവതും വീടിന് വെളിയിൽ നിർമ്മിക്കാതിരിക്കുക എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഒരു പൂജാമുറി നാം പുതിയതായിട്ട് ഒരുക്കുമ്പോൾ അത് വാസ്തുവിധി ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഒരുക്കാനായിട്ട്. ഗ്രഹത്തിന്റെ ഈശാന കോണും ബ്രഹ്മസ്ഥാനവും ഇന്ദ്രവീതിയും ഒക്കെയാണ് പൂജാമുറിക്ക് ഉത്തമങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളായിട്ട് പറയുന്നത്. കന്നിമൂലയും ഉത്തമ സ്ഥാനമായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നാൽ തെക്ക് കിഴക്ക് ഭാഗവും തെക്ക് ഭാഗവും വടക്ക് പടിഞ്ഞാറ് ഭാഗവും ഒക്കെ പൂജാമുറിക്ക് പാടില്ല എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയോ നമസ്കരിക്കുകയോ പൂജ ചെയ്യുകയോ വിളക്ക് കൊളുത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പൂജാമുറിയിൽ ഫോട്ടോയും വിഗ്രഹങ്ങളും ഒക്കെ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ദർശനമായിട്ട് മാത്രമേ വെക്കാവുള്ളൂ. അത് ഗ്രഹത്തിന്റെയും പൂജാമുറിയുടെയും ഒക്കെ സ്ഥാനമനുസരിച്ച് വീടിനെ കൂടുതലായിട്ട് നോക്കുന്ന രീതിയിൽ പൂജാമുറിക്കുള്ളിൽ ചിത്രങ്ങൾ വെക്കുക. അതായത് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീട്ടിൽ വടക്ക് കിഴക്കേ മൂലയിലാണ് പൂജാമുറി എങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കുന്ന രീതിയിൽ ആ പൂജാമുറിയുടെ കിഴക്കേ ഭിത്തിയിൽ പടിഞ്ഞാറോട്ട് തിരിച്ച് വിഗ്രഹങ്ങളും ഫോട്ടോയും ഒക്കെ വയ്ക്കുക. അപ്പോൾ നാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പൂജാമുറിയിലെ വിഗ്രഹങ്ങളും ഫോട്ടോയും ഒക്കെ നമ്മളുടെ ഗ്രഹത്തെ പൂർണ്ണമായിട്ട് നോക്കുന്ന രീതിയിൽ ആയിരിക്കും അപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പൂജാമുറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, കോണിപ്പടികളുടെ അടിയിലായിട്ട് വെക്കാൻ പാടില്ല. ഇരുനില വീടാണെങ്കിൽ ആദ്യത്തെ നിലയിലായിരിക്കണം പൂജാമുറി വെക്കേണ്ടത്. ശൗചാലയത്തിന് താഴെയായിട്ടോ ശൗചാലയത്തിന്റെ ഭിത്തിയോട് ചേർന്നോ ഒക്കെ ആയിട്ട് പൂജാമുറി വരുന്നത് ഒഴിവാക്കുക. നമ്മളുടെ ഗ്രഹത്തിൽ പൂജാമുറി ഇല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി നാമജപം നടത്തുക. 2 സന്ധ്യകളിലും വിളക്ക് കൊളുത്തി നാമജപം നടത്തുക. പൂജാമുറി ഉള്ളവർ 2 സന്ധ്യകളിലും വിളക്ക് കൊളുത്തി നാമജപം നടത്തുക. പൂജാമുറി പരിശുദ്ധമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ഗ്രഹത്തെ ഐശ്വര്യപൂർണ്ണമാക്കാം. നമുക്ക് ലളിതമായിട്ട് ചെയ്യാവുന്ന മറ്റൊരു ഉപായമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വാസ്തുശാസ്ത്രം ഇന്നത്തെ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മുതൽ നാം വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഇന്നത്തെ സാഹചര്യം മൂലം എത്രയൊക്കെ ശ്രമിച്ചാലും 100% കൃത്യമാക്കിക്കൊണ്ട് ഒരു വീട് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും തരത്തിൽ വാസ്തുശാസ്ത്രപരമായിട്ട് ഒരു ന്യൂനതകൾ നമുക്ക് ചെയ്യാതെ തരമില്ലാത്ത അവസ്ഥയിൽ ആ വാസ്തുദോഷത്തെ പരിഹരിക്കാനും വീട്ടിലുണ്ടാകുന്ന മറ്റ് കണ്ണേറ്, ദൃഷ്ടിദോഷം, വാഗ്ദോഷങ്ങൾ തുടങ്ങിയ നെഗറ്റീവ് എനർജികളെയും ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ലളിതമായിട്ട് ഓരോ ഗ്രഹത്തിലും ഓരോ പുരയിടത്തിലും ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചു വന്നിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ വൃക്ഷ സസ്യ പരിപാലനത്തിലൂടെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കി വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ വാസ്തുവിനെ കൃത്യപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് വീടിന്റെ പുരയിടത്തിന് ചുറ്റുമായിട്ട് കവുങ്ങ് വെക്കുക എന്നുള്ളതാണ്. പണ്ടുകാലത്ത് എല്ലാ പുരയിടത്തിന്റെയും അതിർത്തി നിശ്ചയിച്ചിരുന്നത് കൈത നട്ടുപിടിപ്പിച്ചുകൊണ്ടായിരുന്നു. അന്ന് കിടക്കുവാനുള്ള പായയും മറ്റും നിർമ്മിച്ചിരുന്നത് കൈതയുടെ ഓല കൊണ്ടാണ്. അപ്രകാരം കൈത ഓല ലഭിക്കുകയും വാസ്തുവിനെ കൃത്യപ്പെടുത്താനും നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് കൈതയ്ക്ക് കഴിവുണ്ടായിരുന്നു എന്നാണ് നമ്മളുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർ ചെയ്തിരുന്നത് അതിർത്തികളിൽ കവുങ്ങ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. ഗ്രഹത്തിലെയും പുരയിടത്തിലെയും ഒക്കെ വാസ്തുദോഷത്തെ ഇല്ലാതാക്കാനും നെഗറ്റീവ് എനർജികളെ എല്ലാം ഇല്ലാതാക്കാനുമായിട്ട് നമുക്ക് പുരയിടത്തിന്റെ അതിർത്തികളിൽ കവുങ്ങ് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വൃക്ഷം വാഴയാണ്. പണ്ട് കാലത്ത് ഗ്രഹത്തോട് ചേർത്ത് വാഴ നടരുത് എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അർത്ഥം അന്നത്തെ ഓലപ്പുരയുടെ മുകളിലൊക്കെ നല്ല പൊക്കമുള്ള വാഴ വീണ് കഴിഞ്ഞാൽ ആ ഗൃഹത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗ്രഹത്തിനോട് ചേർത്ത് വാഴ നടരുത് എന്ന് പറഞ്ഞിരുന്നത്. പുരയിടത്തില് ഗ്രഹത്തിൽ നിന്ന് കുറച്ച് അകലെ മാറ്റിയായിട്ട് വാഴ വയ്ക്കുന്നത് ആ പുരയിടത്തിലേക്കുള്ള നെഗറ്റീവ് എനർജികളെ തടയുന്നതിന് അത് സഹായിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്.
മൂന്നാമത്തെ ലളിതമായിട്ടുള്ള ഉപായം വീടിന്റെ വടക്ക് ഭാഗത്ത് നെല്ലി നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. നെല്ലി ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് നെല്ലി നട്ടുപിടിപ്പിക്കുന്നത് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഉപായം, നാലാമത്തെ ഉപായമായിട്ട് പറയുന്നത് ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ തുളസിത്തറയുണ്ടാക്കി തുളസിത്തറയിൽ ഒരു തുളസി നട്ടുപിടിപ്പിക്കുകയും അതിനോടൊപ്പം ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് മഞ്ഞൾ നടുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രഹത്തിലെ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും വാസ്തുദോഷത്തെ ഇല്ലാതാക്കാനും മറ്റൊരു ഉപായം. ഇനി മറ്റൊരു ലളിതമായിട്ടുള്ള ഉപായം വടക്ക് കിഴക്ക് ദിക്കിൽ കണിക്കൊന്ന മരം വൃക്ഷം നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു വൃക്ഷത്തെ കുറിച്ച് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് മുള നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. ഈ വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആ ഗ്രഹത്തിലുണ്ടാകുന്ന ദൃഷ്ടിദോഷം, വാഗ്ദോഷം തുടങ്ങിയ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കി ആ ഗ്രഹത്തിലെയും പുരേടത്തിലെയും നെഗറ്റീവ് എനർജികളെ എല്ലാം ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും അതുകൂടാതെ വാസ്തുദോഷങ്ങളെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യും എന്നാണ് നമ്മളുടെ വിശ്വാസം. ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക. വാസ്തുദോഷ നിവാരണത്തിന് നമ്മളുടെ പൂർവികർ ചെയ്തു വെച്ചിരുന്ന മാല കെട്ടി വാതിലിന്റെ പടിയിൽ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ വാതിൽ പടിയിൽ സമർപ്പിക്കുന്ന രീതിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. സന്തോഷത്തോടെ ജീവിക്കുന്നതിന് നമ്മളുടെ ഗ്രഹം വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചതായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം കൃത്യപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു ന്യൂനതകൾ ചിലപ്പോഴൊക്കെ നമുക്ക് വിട്ടുവീഴ്ചകളായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് വാസ്തുദോഷത്തിന് കാരണമാവുകയും ആ വീട്ടിൽ ഗ്രഹത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകാനുള്ള കാരണമായി തീരുകയും ഒക്കെ ചെയ്യും. അതുകൂടാതെ മറ്റുള്ളവരിൽ നിന്ന് അനാവശ്യമായിട്ട് ലഭിക്കുന്ന നെഗറ്റീവ് ഊർജങ്ങളും, അതായത് ദൃഷ്ടിദോഷം, വാക്ദോഷം, അതുകൂടാതെ ഗ്രഹനാഥന്റെയും പൂർവികരുടെയും ഒക്കെ കർമ്മദോഷം മൂലമൊക്കെ നെഗറ്റീവ് എനർജി ഒരുപക്ഷെ ആ ഗ്രഹത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെ നെഗറ്റീവ് എനർജികൾ ഉള്ള ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ധനനഷ്ടങ്ങളോ അല്ലെങ്കിൽ അതുപോലെ കലഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങളും നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിരുന്നു. അത്തരം ലളിതമായിട്ടുള്ള മാർഗങ്ങളിലേക്കാണ് ഞാൻ മുമ്പത്തെ 2 വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് അറിവ് എത്തിച്ചത്. ഇന്നത്തെ വിഷയം അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണാം. നമ്മുടെ പൂർവികർ ആലിലയും മാവിലയും പോലെയുള്ള ഇലവർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാസ്തുദോഷത്തെയും നെഗറ്റീവ് എനർജിയെയും ഒക്കെ ഇല്ലാതാക്കിയിരുന്നു. ആ ഒരു അറിവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പകർന്നു നൽകുന്നത്. അതായത് നമ്മളുടെ പൂർവികർ പൗർണമി ദിവസത്തിൽ പ്രത്യേകം മാലകൾ ഉണ്ടാക്കി നമ്മളുടെ പ്രധാന വാതിലിനെ അലങ്കരിച്ചിരുന്നു. ആ മാലകൾ പിന്നീട് എടുത്തുകൊണ്ട് നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. നമുക്ക് അതിനു വേണ്ടതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളെ അതിനായിട്ട് പരിശോധിക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് വെറ്റിലയാണ്. വെറ്റില കൊണ്ട് നല്ല നീളത്തിൽ വെറ്റിലകൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് മാല ഉണ്ടാക്കുക. വെറ്റിലകൾ അടുപ്പിച്ച് കെട്ടിക്കൊണ്ടും അകത്തി കെട്ടിക്കൊണ്ടും ഒക്കെ നമ്മളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നമുക്ക് മാല ഉണ്ടാക്കാം. നമുക്ക് വെറ്റിലകൾ കുറവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പ്രധാന വാതിലിന്റെ വീതിക്ക് മാത്രമായിട്ട് മാല ചാർത്താവുന്നതാണ്. അതല്ല, വലിയ വലിപ്പത്തിലുള്ള വെറ്റിലമാല നമ്മൾക്ക് ലഭ്യമാണ് എങ്കിൽ നമ്മളുടെ ഗ്രഹത്തിന്റെ വീതിക്കും താഴോട്ട് ആ കട്ടിളയുടെ നീളത്തിനനുസരിച്ചും അതായത് പൊക്കത്തിനനുസരിച്ചും നമുക്ക് മാല അത്രയും വലിപ്പത്തിൽ മാല കെട്ടി ആ പ്രധാന വാതിലിനെ അലങ്കരിച്ചുകൊണ്ട് ഈ മാല ചാർത്താവുന്നതാണ്. ഇത് പൗർണമി ദിവസമാണ് ചെയ്യേണ്ടത്. എല്ലാ പൗർണമി ദിവസവും ഇത് ചെയ്താൽ അതിനു മുമ്പ് വരെയുള്ള നെഗറ്റീവ് എനർജികളെ എല്ലാം ഇല്ലാതാക്കുമെന്നാണ് നമ്മളുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. അതിനുശേഷം ഈ മാല കൊണ്ട് നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാനുള്ള ചില പ്രവൃത്തികളുമുണ്ട്. അത് നമുക്ക് അവസാനം പറയാം. വീഡിയോ അവസാനം വരെ കാണുക. മറ്റ് ഇലവർഗ്ഗങ്ങൾ നമ്മളുടെ പൂർവികർ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുകൂടി ഒന്ന് പരിശോധിക്കാം. വെറ്റില പോലെ തന്നെ അവർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ആലിലയാണ്. അതിൽ അരയാലിന്റെ ഇലയാണ് അവർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അരയാലിലയും ഇതേപോലെ വെറ്റില മാലയായിട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അരയാലില കൊണ്ടും നമുക്ക് മാല ഉണ്ടാക്കി നമ്മളുടെ ഗ്രഹത്തിന്റെ പ്രധാന വാതിലിന് മുഴുവനായിട്ട് ചാർത്തുന്ന രീതിയിൽ മാല ചാർത്താവുന്നതാണ്. മൂന്നാമത്തെ ഇലവർഗം നമ്മുടെ മാവില തന്നെയാണ്. മാവില കൊണ്ടും ഇപ്രകാരം അലങ്കാരത്തിൽ മാല കെട്ടി നമ്മളുടെ പ്രധാന വാതിലിനെ പൗർണമി ദിവസം അലങ്കരിക്കാവുന്നതാണ്. നാലാമതായിട്ട് വഷണ ഇലയാണ്. വയന ഇല എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പറയും. ഇംഗ്ലീഷിൽ അതിനെ ബേ ലീഫ് എന്ന് പറയുന്നത്. പണ്ടുകാലത്ത് നമ്മള് ഭക്ഷണയപ്പം
വയനയപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ചുടുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ വയനയിലയാണ് 4ാമത്തെ ഇല. ആ വയനയില കൊണ്ട് ഇതേപോലെ തന്നെ കട്ടിളപ്പടിയുടെ മുഴുവൻ നീളത്തിൽ മാല കെട്ടിക്കൊണ്ട് മാല ചാർത്താവുന്നതാണ്. ഇപ്രകാരം 4 തരത്തിലുള്ള ഇലകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഈ 4 തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇല എല്ലാ മാസവും പൗർണമിക്ക് നമ്മുടെ ഗ്രഹത്തിന്റെ വാതിൽപ്പടിയില് മാലയായിട്ട് ചാർത്തുക. 5ാമതായിട്ട് നമുക്ക് കറുകയാണ് ഉപയോഗിക്കാവുന്നത്. കറുക ഉപയോഗിക്കുന്നത് കറുക ഇതേപോലെ തന്നെ മാല കെട്ടി ചാർത്തിക്കൊണ്ട് വാതിൽപ്പടി മുഴുവനായിട്ട് പറയുന്ന രീതിയിൽ മാല കെട്ടി ചാർത്താവുന്നതാണ്. ഇനിയും നിരവധി ഇലവർഗ്ഗങ്ങൾ നമ്മുടെ പൂർവികന്മാർ ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നു. മുക്കൂറ്റി, തുമ്പ തുടങ്ങിയ നിരവധി ഇലവർഗ്ഗങ്ങൾ ഇതിനായിട്ട് നമ്മളുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നു. നമുക്ക് ലഭ്യതയുടെ അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു ഇലയെ മാല കെട്ടി ഒരുക്കിക്കൊണ്ട് ആവശ്യമെങ്കിൽ അതിൽ മറ്റു പുഷ്പങ്ങളും ഒക്കെ അലങ്കാരത്തിനായിട്ട് ചേർത്തുകൊണ്ട് മാല കെട്ടാവുന്നതാണ്. ഇപ്രകാരം മാല കെട്ടി നമ്മളുടെ പ്രധാന വാതിലിനെ അലങ്കരിക്കുക. അത് പൗർണമി ദിവസമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പൗർണമി ദിവസം കാലത്ത് ഈ മാല ചാർത്തിയതിനു ശേഷം പൗർണമി ദിവസം കാലത്ത് നെയ്വിളക്ക് കൊളുത്തി ഈശ്വരാരാധന നടത്തി ഈ മാല ചാർത്തിയതിനു ശേഷം ആ ഒരു ദിവസം 24 മണിക്കൂർ ആ മാല അതേപോലെ തന്നെ നമ്മളുടെ ഗ്രഹത്തിന്റെ വാതിൽക്കൽ അങ്ങനെ ചാർത്തി നിർത്തുക. അതിനുശേഷം പിറ്റേ ദിവസം കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഈശ്വരനെ ആരാധിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ മാല അവിടെ നിന്ന് നീക്കം ചെയ്ത് ഒരു പാത്രത്തിൽ കുറച്ച് ശുദ്ധജലം എടുത്ത് ആ ശുദ്ധജലത്തിൽ ഈ മാല നിക്ഷേപിച്ചതിന് ശേഷം ആ മാല കൊണ്ട് ആ മാലയിൽ പറ്റിയതായിട്ടുള്ള ജലത്തെ പുണ്യാഹശുദ്ധി ചെയ്യുന്നത് പോലെ തന്നെ വീട്ടിലും പുരയിടത്തിലും ഒക്കെ തളിച്ച് ശുദ്ധമാക്കാവുന്നതാണ്. അപ്രകാരം ജലം തളിച്ച് ശുദ്ധമാക്കിയതിനു ശേഷം ഈ മാല വെള്ള തുണിയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള മറ്റേതെങ്കിലും തുണിയിലോ പൊതിഞ്ഞതിന് ശേഷം ഈ മാലയെ ഒഴുകുന്ന ജലത്തിൽ കളയുക എന്നാണ് പൂർവികർ പറഞ്ഞിരുന്നത്. അതുകൂടാതെ ഇത് വീടിന്റെ ഈശാനകോണിൽ, അതായത് വടക്ക് കിഴക്ക് മൂലയിലോ അല്ലെങ്കിൽ പുരയിടത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിലോ ഇത് കുഴിച്ചിടുന്ന സമ്പ്രദായവും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം മാർഗങ്ങളെ അവലംബിക്കുക. മാല ചാർത്തിക്കൊണ്ട് നമ്മളുടെ വീടിന് അത് അലങ്കാരമാവുകയും പൗർണമി ദിവസത്തിൽ പ്രത്യേക ഉപാസനയായിട്ട് ഈശ്വരാരാധനയായിട്ട് നമുക്കത് കൊണ്ടുപോകാനും സാധിക്കും. ഇത്തരത്തിൽ ലളിതമായിട്ടുള്ള ഈ മാർഗത്തെ കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രഹത്തിലുള്ള നെഗറ്റീവ് എനർജിയെ എല്ലാം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ വാസ്തുദോഷത്തിനും പരിഹാരമാണ് ഈ ലളിതമായിട്ടുള്ള ഉപായം. ഒരു വ്യക്തി വീട് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുകയാണ്. വാസ്തുശാസ്ത്ര പ്രകാരം ഒരു ഗ്രഹനിർമ്മാണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവര് വീടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വാസ്തുശാസ്ത്രത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഗ്രഹനിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ ഗ്രഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കിയവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഭൂമിയുടെ അപര്യാപ്തതയും ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളും ഒക്കെ നിമിത്തം വാസ്തുശാസ്ത്രത്തെ എത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് പൂർണ്ണമാക്കണം എന്ന് ആഗ്രഹിച്ചാലും ചില പിഴവുകളൊക്കെ ചിലപ്പോഴൊക്കെ വരാം. പൂർണ്ണ തൃപ്തിയോടുകൂടിയുള്ള ഭൂമി ലഭിക്കുക, ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പല പല ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങൾക്കനുസരിച്ച് വാസ്തുശാസ്ത്രം കൃത്യപ്പെടുത്തുക തുടങ്ങി നിരവധി കാരണങ്ങളാൽ നമുക്ക് വാസ്തുശാസ്ത്രത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴും അല്ലാതെ കടുത്ത ദോഷങ്ങളുള്ള വാസ്തുവിൽ താമസിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്രദമാണ് ഇന്നത്തെ വിഷയം. എല്ലാത്തരം വാസ്തുദോഷങ്ങളെയും ഇല്ലാതാക്കുവാനായിട്ട് വാസ്തുശാസ്ത്ര വിധി പ്രകാരം ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ചില ഉപാധികളെ, ചില പരിഹാര മാർഗങ്ങളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വാസ്തുദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് നിരവധി മാർഗങ്ങൾ നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വീഡിയോയിൽ അതെല്ലാം കൂടെ ചെയ്യുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് 1, 2, 3 ഭാഗമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള ആഴ്ചകളിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ്. എത്ര വലിയ വാസ്തുദോഷമായാലും ചില പൊടിക്കൈകൾ ചെയ്തുകൊണ്ട് നമുക്ക് വാസ്തുദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത്തരം ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരുടെയും ജീവിതാഭിലാഷം സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളതാണ്.
വീട് നിർമ്മിക്കാൻ ആരംഭിക്കുമ്പോൾ മുതൽ പല പല നെഗറ്റീവ് ചിന്തകളും സ്വന്തം മനസ്സിലേക്കും ഉരുത്തിരിഞ്ഞു വരാം. അതുപോലെ തന്നെ വീട് നിർമ്മാണം ആരംഭിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ മറ്റു പലരിൽ നിന്നും നമുക്ക് നെഗറ്റീവ് വാക്കുകളെയൊക്കെ കേൾക്കേണ്ടതായിട്ടുള്ള സ്ഥിതി ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നിർമ്മാണം നടത്തുന്ന സമയത്തും അനാവശ്യമായി അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തികളുമുണ്ട് ഇന്നത്തെ കാലത്ത്. കേരളം സാക്ഷരതയിൽ മുൻപിലാണെങ്കിൽ പോലും ചില അന്ധവിശ്വാസങ്ങളിലും കേരളീയർ മുമ്പിലാണ് എന്ന് തന്നെ പറയണം. അനാവശ്യമായി മറ്റൊരാളുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങളെ പറയുക, ഒരു വിധത്തിലുള്ള ഗ്രന്ഥങ്ങളെ പോലും പഠിക്കാതെ ഒന്ന് വായിച്ചു പോലും നോക്കാതെ മനസ്സിൽ തോന്നിയ ദോഷങ്ങളെ വിളിച്ചു പറയുക എന്നുള്ളത് ചിലരുടെ ശീലമാണ്. അത്തരത്തിലുള്ള നെഗറ്റീവ് വാക്കുകളും ഒക്കെ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പിന്നീട് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വാസ്തുദോഷത്തോടൊപ്പം എല്ലാവിധ നെഗറ്റീവ് ഊർജങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് സ്വസ്ഥമായിട്ട് വാസ്തു പൂർണ്ണമാക്കാനായിട്ട് ഒരു വ്യക്തി ചെയ്യേണ്ടത്. നമ്മളുടെ ഗ്രഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി വാസ്തു ദോഷത്തെ പരിഹരിക്കാനുള്ള ലളിത മാർഗങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലാത്ത വീട്ടിൽ മാത്രമേ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതുള്ള സ്ഥലങ്ങളിൽ കലഹങ്ങളും മറ്റും നിരന്തരമായിട്ടുണ്ടായേക്കാം. അതുപോലെ തന്നെ വാസ്തുദോഷങ്ങൾ എല്ലാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ലളിതമായിട്ടുള്ള ചില മാർഗങ്ങളെ ഞാൻ ക്രമത്തിൽ പറയുകയാണ്. നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാനും വാസ്തുദോഷത്തിൽ നിന്ന് ഒട്ടൊരാശ്വാസം നേടാനും ആദ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം വാങ്ങിച്ച് വീടും പരിസരവും ശുദ്ധമാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അലോസരങ്ങൾ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിൽ പോയിട്ട് പുണ്യാഹം വാങ്ങി ഗൃഹത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും തളിക്കുകയും പുരയിടത്തിലുമൊക്കെ ആ പുണ്യാഹത്തെ തളിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു ലളിത ഉപായം നോക്കാം. ചാണകം അല്പം വെള്ളത്തിൽ എടുത്ത് കലക്കി ആ ചാണക വെള്ളത്തെ പുരയിടത്തിലും ഗ്രഹത്തിനകത്തും ഒക്കെ കുറേശ്ശെ തളിക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് എനർജിയെ മാറ്റുവാനുള്ള മറ്റൊരു ഉപായം. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം കല്ലുപ്പ് ജലത്തിൽ കലക്കി നേർപ്പിച്ചുകൊണ്ട് അത് ഗ്രഹത്തിലും പുരയിടത്തിലും ഒക്കെ തളിക്കുക എന്നുള്ളതാണ്. നാലാമത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഉപായം മഞ്ഞളും ചുണ്ണാമ്പും നാരങ്ങാനീരും ചേർത്ത് കുങ്കുമത്തെ ഉണ്ടാക്കി ആ കുങ്കുമം ജലത്തിൽ കലക്കി അരത്ത വെള്ളമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുക. ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന അരത്ത വെള്ളത്തെ നമ്മളുടെ വീടിനകത്തും പുരയിടത്തിലും തളിക്കുക എന്നുള്ളതാണ് മറ്റൊരു ലളിതമായിട്ടുള്ള മാർഗം. അഞ്ചാമത്തെ മാർഗം ഗുരുതി നടക്കുന്ന ക്ഷേത്രത്തിൽ ഗ്രഹനാഥന്റെ പേരിൽ ഗുരുതി പ്രസാദം വഴിപാടായിട്ട് നടത്തി ആ ഗുരുതി പ്രസാദത്തെ ഞാൻ മുൻപ് പറഞ്ഞ കൃത്രിമമല്ലാതെ നിർമ്മിച്ചെടുക്കുന്ന മഞ്ഞളും ചുണ്ണാമ്പും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന കുങ്കുമം തന്നെയാണ് ഗുരുതിക്ക് പ്രസാദമായിട്ട് എടുക്കുന്നത്. ആ ഗുരുതി പ്രസാദത്തെ ജലത്തിൽ ചാലിച്ചുകൊണ്ട് ഗ്രഹത്തിലും പുരയിടത്തിലും തളിക്കുക എന്നുള്ളതും നമ്മുടെ പൂർവികന്മാർ ഇത്തരത്തിലുള്ള വാസ്തുദോഷ നിവാരണത്തിനും ശത്രുദോഷ നിവാരണത്തിനും എല്ലാവിധ നെഗറ്റീവ് എനർജികൾക്കും പരിഹാരമായി ചെയ്തു പോന്നിരുന്നതാണ്. ഇനി ഇതേ പ്രകാരം തന്നെ ആറാമത്തെ പരിഹാരവും കൂടി പറയാം. അത് നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിലും ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ശാക്ത ക്ഷേത്രങ്ങളിലും ഒക്കെ നടത്തി വരുന്ന പാനകം വഴിപാട് നടത്തി ആ പ്രസാദത്തെ വാങ്ങി ജലത്തിൽ നേർപ്പിച്ച് വീട്ടിലും പുരയിടത്തിലും തളിക്കുക എന്നുള്ളതാണ്. പാനകവും ഗുരുതി പ്രസാദവും ഒക്കെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പൂജാശിഷ്ടമാണ്. പാനകം ഉള്ളിൽ കഴിക്കാനുള്ള പ്രസാദമാണ്. ഗുരുതി പ്രസാദം നെറ്റിയിൽ തൊടാനുള്ളതുമാണ്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമായതുകൊണ്ട് തന്നെ ശുദ്ധവൃത്തി പാലിച്ചുകൊണ്ട് വേണം ഈ കാര്യത്തെ ചെയ്യുവാനായിട്ട്. അതുകൂടാതെ നേരിട്ട് നാം ചവിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ പ്രസാദങ്ങളെ കലക്കി ഒഴിക്കാതിരിക്കുകയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ 6 തരത്തിലുള്ള ഉപായങ്ങളെ ലളിതമായിട്ട് നമുക്ക് ചെയ്തുകൊണ്ട് വാസ്തുദോഷത്തെയും വീട്ടിലും പുരയിടത്തിലുമുള്ള നെഗറ്റീവ് എനർജികളെയും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് 100% അനുകൂലമാക്കിക്കൊണ്ട് ഒരു വീടും വെക്കാനായിട്ട് സാധിക്കില്ല. നാം പുതിയ വീട് വയ്ക്കുമ്പോഴും പഴയ വീട്ടിൽ താമസിക്കുമ്പോഴും ഒക്കെ ധാരാളം ആളുകൾ നമ്മളുടെ വീടുകളിൽ എത്തുമ്പോൾ പലരും പല അഭിപ്രായം പറയാറുണ്ട്. ആ വൃക്ഷം അവിടെ പാടില്ല, അല്ലെങ്കിൽ വീടിന് ഇത് ഇവിടെ പാടില്ല, അങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഈ പറയുന്ന വ്യക്തികൾ ആരും തന്നെ വാസ്തുശാസ്ത്രമോ ജ്യോതിശാസ്ത്രമോ മറ്റൊരു തരത്തിൽപ്പെട്ട ശാസ്ത്രങ്ങളോ ആചാര്യന്മാർ നമുക്കായിട്ട് ഇത്തരം ശാസ്ത്രങ്ങൾ നൽകിയിട്ടുള്ള പുസ്തകങ്ങളോ ഒന്നും വായിച്ച്
അത് അറിവുള്ളവരായിരിക്കത്തില്ല. അവരുടെ കേട്ടറിവിൽ നിന്ന് ചിലപ്പോൾ യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്ത, നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത വെറുതെ പറയുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ആളുകൾ പറയുമ്പോൾ ആ ഗ്രഹനാഥന്മാരെയും വീട്ടുകാർക്കുമൊക്കെ വളരെയധികം മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ചെവിക്കൊള്ളാതിരിക്കുക. അവരോട് വ്യക്തമായിട്ട് നിങ്ങൾ ഇത്തരത്തിൽ പറയരുത് എന്ന് തന്നെ പറയുക. കാരണം ഇവരാരും തന്നെ പഠിച്ചിട്ട് പറയുന്നതല്ല. അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 8 വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, നമ്മളുടെ ഗ്രഹം പൂർണ്ണമായിട്ട് ഐശ്വര്യത്തോടു കൂടിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ കണക്ക് കൃത്യമാക്കുക എന്നുള്ളതാണ്. വീടിന്റെ ദർശനം ഏത് ദിക്കിലേക്കുമാകാം എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. എന്നാൽ ഓരോ ദിക്കിനും അനുസരിച്ചിട്ട് അതാത് ദിക്കിന് പറഞ്ഞിരിക്കുന്ന കണക്കിലായിരിക്കണം, അളവിലായിരിക്കണം ആ വീട് ചെയ്യേണ്ടത്. അത്തരത്തിൽ അളവ് അനുകൂലമാക്കിക്കൊണ്ട്, നല്ല കണക്ക് അനുകൂലമാക്കിക്കൊണ്ട് വീട് വെക്കുന്ന ഗ്രഹത്തിൽ കൂടുതൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ശാസ്ത്രം പറയും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പൂർണ്ണ ലക്ഷണമൊത്ത ഒരു വീടിന് ചതുരാകൃതി ആയിരിക്കണം. ചതുരാകൃതിയിൽ വെക്കുന്ന വീടാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയപ്പെടുന്നത്. പണ്ട് കാലത്ത് ഏകശാല, ദ്വിശാല, ത്രിശാല, ചതുർശാല, അങ്ങനെ ഇപ്പൊ 8 കെട്ട് 16 കെട്ട് ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ നാം ഏകശാല സമ്പ്രദായത്തിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അത്തരത്തിൽ ഏകശാല വരുമ്പോൾ 4 ഭുജങ്ങളുള്ള ചതുരാകൃതിയിലുള്ള വീടാണ് ഏറ്റവും ഐശ്വര്യവുമൊത്തതും പൂർണ്ണ ലക്ഷണമൊത്തതുമായിട്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഴച്ചിരിക്കുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. അങ്ങനെ വരുമ്പോൾ അത് 4 ഭുജങ്ങൾ എന്നുള്ളത് വിട്ടിട്ട് 5 ഭുജങ്ങളോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയിലേക്ക് പോകാൻ പാടില്ല. 4 ഭുജങ്ങൾ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ വരണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. നമുക്ക് ചതുർഭുജം, ഷഡ്ഭുജം, അഷ്ടഭുജം തുടങ്ങി ഇരട്ട സംഖ്യകൾ വരുന്ന രീതിയിൽ നമ്മളുടെ ഭുജങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വീടിനെ പൂർണ്ണ ലക്ഷണമൊത്തതാക്കാം. ഭുജങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ വീടിന്റെ മൂലകളാണ്. ചതുരാകൃതിയിലുള്ള ഒരു വീടിന് 4 മൂലകളാണുള്ളത്. ഇപ്പോൾ ചെയ്തു വരുന്ന രീതിയിൽ നാം ചെയ്യുന്ന സിറ്റ് ഔട്ട് സമ്പ്രദായത്തില് മധ്യത്തായിട്ടാണെങ്കിൽ ആ സിറ്റ് ഔട്ട് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അത് ഷഡ്ഭുജമായി മാറാറുണ്ട്. അത്തരത്തിൽ നമുക്ക് ചെയ്യാം. എന്നാൽ കോർണർ കട്ടുകൾ, മൂലകൾ മുറിയാത്ത രീതിയിൽ അതിനെ നിർമ്മിക്കുക എന്നുള്ളതാണ് പ്രധാനം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യന് ആഹാരം കഴിക്കാനും വായു ശ്വസിക്കാനും വിസർജനത്തിനുമൊക്കെ ആയിട്ട് 3 ദ്വാരങ്ങൾ ഉള്ളതുപോലെ ഐശ്വര്യമൊത്ത ഒരു ഗ്രഹമാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഗ്രഹത്തിന് 3 ദ്വാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇന്നത്തെ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഏകശാല സമ്പ്രദായത്തിൽ 3 വാതിലുകൾ നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പക്ഷം 2 വാതിലുകൾ എങ്കിലും, 2 ദ്വാരങ്ങളെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയായിട്ട് നാം നൽകണം. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ശരീരത്തിന് കണ്ണുകൾ എപ്രകാരമാണോ അതുപോലെ തന്നെ ആവശ്യാനുസരണം ഓരോ മുറിക്കും നല്ല വായു സഞ്ചാരത്തിനായിട്ടും വെളിച്ചത്തിനായിട്ടുമൊക്കെ ആവശ്യാനുസരണം ജനാലകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ലക്ഷണമൊത്ത ഒരു ഗ്രഹത്തിന് കുംഭൻ രാശിയിലോ മീനൻ രാശിയിലോ ഒരു കിണർ ഉണ്ടായിരിക്കണം, ഒരു ജലസ്രോതസ് ഉണ്ടായിരിക്കണം എന്നാണ്. കുംഭൻ രാശിയിലോ മീനൻ രാശിയിലോ പറ്റാത്ത സ്ഥിതി ആണ് എങ്കിൽ നമുക്ക് മേടം, ഇടവൻ തുടങ്ങിയ രാശികളിൽ അതാത് കൃത്യമായിട്ടുള്ള സ്ഥാനം നോക്കി ചെയ്യാവുന്നതാണ്. ഏത് രാശിയിലാണെങ്കിലും മറ്റ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഭേദം ഉണ്ടാകാത്ത രീതിയിൽ പൂർണ്ണ സ്ഥാനം നോക്കി തന്നെ കിണർ സ്ഥാപിക്കുക. ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വീടിന്റെ ദർശനവും പുറത്തേക്കുള്ള വഴിയും വീട്ടിലേക്കുള്ള പ്രവേശന ദ്വാരവും വഴിയും ഒക്കെ നമ്മളുടെ വീടിന്റെ പ്രധാന വഴിയെ, അതായത് വീടിന് വെളിയിലുള്ള പ്രധാന റോഡ് മാർഗത്തെ ആശ്രയിച്ചും അത് സ്ഥാനത്തുമായിരിക്കണം എന്നുള്ളതാണ്. ഏഴാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഒരു ലക്ഷണമൊത്ത വീട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ കാഞ്ഞിരം, സ്വർണക്ഷീരി എന്നീ വൃക്ഷങ്ങൾ പാടില്ല. നെഗറ്റീവ് എനർജി തരുന്നതായിട്ടുള്ള യാതൊരു വൃക്ഷങ്ങളും പാടില്ല. നാം വീട് വെക്കുന്നതിന് മുമ്പുള്ള വൃക്ഷങ്ങളാണെങ്കിൽ അത് വീടിന് ദോഷമല്ലാതെ അകന്നാണ് നിൽക്കുന്നതെങ്കിൽ മാത്രം അത് വെട്ടിക്കളയാതിരിക്കുക. ഒരു കാരണവശാലും സ്വർണക്ഷീരി, കാഞ്ഞിരം പോലുള്ള വൃക്ഷങ്ങൾ നമ്മളുടെ വീട് നിൽക്കുന്ന പറമ്പിൽ പാടില്ല.
എട്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഐശ്വര്യമൊത്ത ഗ്രഹത്തിന് മുറ്റത്തായിട്ട് മുല്ല, തുളസി എന്നീ സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, നല്ല ഗന്ധം തരുന്ന മുല്ല എന്നിവ വെക്കേണ്ടതാണ്. ഇത്തരത്തിൽ മുല്ലയോ തുളസിയോ അതുപോലെ മറ്റ് ഐശ്വര്യം തരുന്ന, നമുക്ക് അനുകൂല ഊർജം തരുന്ന സസ്യലതാദികൾ വെച്ച് പിടിപ്പിക്കുക വഴി നമ്മളുടെ ഗ്രഹത്തിലും നമ്മളുടെ വീടിന്റെ പരിസരത്തും ഒക്കെ പോസിറ്റീവ് എനർജി, അനുകൂല ഊർജത്തെ നിറയ്ക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം 8 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലാതുള്ള കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിച്ച് നമ്മളുടെ മനസ്സും ശരീരവും സമയവും കളയാതിരിക്കുക. പുതുതായി വീട് വെക്കുന്നവരോട് ഒരു അഭ്യർത്ഥന കൂടി, ഗ്രഹാരംഭം, കട്ടിളവെപ്പ്, ഗൃഹപ്രവേശം എന്നീ ചടങ്ങുകൾ കൃത്യമായ നല്ല മുഹൂർത്തത്തിൽ ചെയ്യുക, ആചാരവിധി പ്രകാരം ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഗ്രഹത്തെ പൂർണ്ണ ഐശ്വര്യമുള്ളതാക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രമാണപ്രകാരം നമുക്ക് എല്ലാവർക്കും ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ ഈശ്വരൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.